എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഗ് എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. വെടിക്കെട്ട് അപകടങ്ങളുടെ നടുക്കുന്ന ഓർമ്മകൾ നിരവധിയുണ്ട് നമുക്ക് മുന്നിൽ. ഇപ്പോഴിതാ തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തം കൂടി. 15 പേരുടെ ജീവൻ കവർന്ന സ്ഫോടനത്തിന്റെ മരവിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. മരിച്ച 9 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. കരിമരുന്നിൽ മുങ്ങി കരിക്കട്ടയായി മനുഷ്യൻ മാറുന്ന കാഴ്ച. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. അതിനിടെ വെടിക്കെട്ട് ഒഴിവാക്കി തൃശൂർ പൂരം നടത്തണമെന്ന് പാറമേക്കാവ് ദേവസ്വം. കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും വേണമെന്നത് പൊതുവികാരമെന്നാണ് പാറമേക്കാവിന്റെ നിലപാട്. വെടിക്കെട്ടൊഴികെയുള്ള എല്ലാ ചടങ്ങുകളും നിലനിർത്തിക്കൊണ്ട് പൂരം നടത്തുമെന്ന നിലപാടിലാണ് തിരുവമ്പാടി. അന്തിമ തീരുമാനം നാളെ ദേവസ്വം മന്ത്രി വിളിച്ച യോഗത്തിൽ അറിയാം. ജീവനെടുക്കുന്ന കരിമരുന്നും വെടിക്കെട്ടും ഇനിയും വേണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ കമ്മീഷനുകളെ നിയമിച്ചതുകൊണ്ട് മാത്രം പരിഹാരമാകുമോ ഈ പ്രശ്നത്തിന്? ഇനി എത്ര ജീവനുകൾ പൊലിയണം? ഇനിയും പഠിക്കാത്ത നമ്മൾ എത്ര നിലവിളികൾ ഉയർന്നു കേട്ടാലാണ് പഠിക്കുക? ഈ ചോരക്കളി നമുക്ക് വേണോ? നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് വേണോ ഈ മരണക്കമ്പ്? ഉത്സവ പ്രേമികളാണ് മലയാളികൾ. പൊതുവെ ഏതൊരു മലയാളിയോട് ചോദിച്ചാലും ഏത് മതത്തിൻ്റെതായാലും ഒരു ഉത്സവത്തോട് താല്പര്യമുണ്ടാകും. ആ ഉത്സവത്തിൽ പോവുക, ഉത്സവ തിരക്കിൽ അലിയുക, കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, ബന്ധുക്കളോടൊപ്പം, നാട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുക. അങ്ങനെ ഉത്സവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളികൾ. പക്ഷേ ഈ ഉത്സവത്തിനിടെ, ആ ഉത്സവങ്ങളിൽ ഏറ്റവും പേരുകേട്ട ഉത്സവമായ തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ, പൂരം കുളമാറ്റത്തിന് ശേഷമുണ്ടായ ദുരന്തമാണ് നമ്മളെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഒരു പൂരപ്പറമ്പിൽ വെടിപ്പുരയിൽ വെടിമരുന്ന് തയ്യാറാക്കുന്നതിനിടെ നമുക്ക് സന്തോഷം പകരുന്നതിനായി ശബ്ദവും വെളിച്ചവുമൊക്കെയുള്ള വെടിക്കെട്ടിനായുള്ള കോപ്പ് കൂട്ടുന്നതിനിടെയാണ് ആ 14 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. തൃശൂർ പൂരം നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം 26-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാകുമ്പോഴേക്കും ആ മരണവീടുകളിലെ കണ്ണീരൊതുങ്ങും. പക്ഷേ ആ കണ്ണീർ അനാഥമാക്കിയ 14 കുടുംബങ്ങൾക്ക് ആരുണ്ട് ബാക്കി എന്ന ചോദ്യമോടെയുണ്ട്. അപ്പോഴാണ് ഈ കമ്പം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഉത്സവങ്ങളിലൂടെ, പൂരങ്ങളിലൂടെ കടന്നുപോയിക്കൂടെ എന്ന ചോദ്യം ബാക്കിയാവുന്നത്. പലതരത്തിലുള്ള പ്രോട്ടോകോളുകളുണ്ട്. ആരും ഉത്സവത്തിനെതിരല്ല, പൂരത്തിനെതിരല്ല. പക്ഷേ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കപ്പെട്ടോ? എന്താണ് ആ വെടിപ്പുരയിൽ സംഭവിച്ചത്? എന്തുകൊണ്ട് ഇത്ര വലിയ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, അതും ഉത്സവങ്ങളിൽ? അതൊക്കെ നമ്മൾ പരിശോധിച്ചു പോകേണ്ട വിഷയങ്ങളാണ്. നിയമങ്ങളിലെ പഴുതുകൾ മുതലാക്കിക്കൊണ്ടാണോ ഈ വെടിപ്പുരകളിൽ വെടിക്കോപ്പ് നിർമ്മാണം തകൃതിയായി നടക്കുന്നത്? അതടക്കം നമ്മൾ പരിശോധിക്കുകയാണ്. ആദ്യം വേണുബാലകൃഷ്ണനിലേക്ക് വന്നാൽ, വേണുബാലകൃഷ്ണൻ, ഉത്സവങ്ങൾക്കൊക്കെ കുട്ടിക്കാലം മുതലേ പോയിട്ടുള്ള ഒരു ഓർമ്മ താങ്കൾക്കും ഉണ്ടാകും, എനിക്കുമുണ്ട്. പക്ഷേ ഈ ഉത്സവങ്ങൾക്കൊപ്പം, പ്രത്യേകിച്ചും തൃശൂർ പൂരത്തിനൊപ്പം വെടിക്കെട്ട് നടത്തുക, അത് ഒരു ആചാരത്തിന്റെ ഭാഗമായി വെടിക്കെട്ട് വേണം എന്ന് ശഠിക്കുകയും ആ വെടിക്കെട്ടിനായി കോടതി വരെ കയറുകയും ചെയ്ത പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങൾ, അതും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റിന് ശേഷം പൊലിഞ്ഞ 14 ജീവനുകൾ, അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടേ? മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ കമ്പത്തോടുള്ള ഈ കമ്പം അത് പടിപടിയായെങ്കിലും കുറച്ചു കൊണ്ടുവരട്ടെ, പൂർണ്ണമായും നിർത്താൻ സാധിച്ചില്ലെങ്കിലും. ശരിയാണ്. ഇപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് നടത്തിയ ചർച്ചയും ഈ വിഷയത്തെ അധികരിച്ചായിരുന്നു. അതിൽ മാധ്യമങ്ങൾക്ക് ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അത് നമ്മൾ ഉത്തരവാദിത്തോടെ കേൾക്കുകയും വേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം, ഈ ദുരന്ത ഭൂമിയിലേക്ക് പകൽ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പോയി. അവരവിടെ ചെന്ന് ഈ വെടിക്കോപ്പുകൾ ഒരുക്കുന്നവരുടെ ഭാഗത്ത് നിന്നുള്ള അവരുടെ പൂരം വിശേഷങ്ങൾ, അവരെ കൊണ്ട് പാട്ടുപാടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പെസോ ഉദ്യോഗസ്ഥർ പറയുന്നത്, ഇപ്പോൾ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ കടന്നു വന്നാൽ, ഒരു സംഘം പോട്ടെ, ഒരാൾ കടന്നു വന്നാൽ തന്നെ അയാളുടെ ചെരുപ്പിലോ ഷൂവിലോ ഒക്കെയുള്ള തരിമണലുണ്ടല്ലോ, അതുപോലും വേണമെങ്കിൽ ഒരു തീപ്പൊരിക്ക് സമാനമായ കുഴപ്പങ്ങളുണ്ടാക്കാം, ഘർഷണമുണ്ടാക്കാം, അപകട സാധ്യതകളുണ്ട് എന്ന്. അപ്പോൾ മതിയായ സുരക്ഷ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം ഒരുക്കപ്പെടേണ്ടതല്ല, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും പരിപാലിക്കേണ്ടതാണ് എന്ന സ്വയം വിമർശനത്തോടെ തന്നെ നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. മാത്രമല്ല, മറ്റൊരു രസകരമായ വിമർശനവും ഉണ്ടായി. അതായത്, ഇന്നിപ്പോൾ ഈ ദുരന്തം ഉണ്ടായിട്ടില്ല എങ്കിൽ എന്താകും നമ്മുടെ ചർച്ചാ വിഷയം? അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്തായിരിക്കും വലിയ ഗംഭീരമായി അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? അത് സാമ്പിൾ വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുള്ള ഈ പൂരം വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നുണ്ടാവുക. ഇനി അഥവാ ഈ പെസോ ഉദ്യോഗസ്ഥർ അടക്കം ഉള്ളവർ ഇന്നിപ്പോൾ ഈ പറയുന്ന ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. പാറമേക്കാവിൻ്റെ ഈ വെടിപ്പുര എന്ന് പറയുന്നത് മുതലമടയിലാണ്. അവിടേക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസീൽദാർ പോവുകയും പരിശോധന നടത്തുകയും ആ സാധന സാമഗ്രികളൊക്കെ അനധികൃതമായി, അതായത് പരിധിയിൽ കവിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും അവിടെ സീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുരന്തത്തിന് മുൻപാണ് ഇത്തരമൊരു നടപടിയെങ്കിൽ മാധ്യമങ്ങളിൽ എന്തായിരിക്കും ചർച്ചാ വിഷയം? അത് നമുക്ക് നേരെ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ പിന്നെ പൂരപ്രേമികൾ എല്ലാവരും കൂടെ ഹാലിളകി ഇറങ്ങി വരിക, ഇത് ജില്ലാ ഭരണകൂടം എന്തോ പ്രതികാര നടപടിയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുക, പിന്നെ അതിനെ ചൊല്ലിയുള്ള പൊല്ലാപ്പായിരിക്കും. അപ്പോൾ ദുരന്തങ്ങൾ വരുമ്പോഴാണ് നാമും ഇത്തരം വീണ്ടും വിചാരങ്ങളിലേക്ക് പോകുന്നതും അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നതും എന്നത് സ്വയം വിമർശനപരമായി തന്നെ എടുത്തുകൊണ്ട് ഒരു കാര്യം പറയാം. അപ്പോഴും നമുക്ക് സ്വയം വിമർശനം മുന്നോട്ട് വയ്ക്കാനുള്ള ജനാധിപത്യ മര്യാദയുണ്ട്. അത് തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും ഈ രാത്രിയിലും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പാറമേക്കാവിൻ്റെ നിലപാടെന്ന് പറയുന്നത് എന്താണ്? ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രതിനിധി ജി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്,
ജനവികാരത്തെ മനസ്സിലാക്കുന്നു. ജില്ലാ ഭരണകൂടം എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം നിൽക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് പാറമേക്കാവിന്റെ സ്പെഷ്യൽ യോഗം ചേരുന്നു, മറ്റൊരു നിലപാടിലേക്ക് അവർ വരുന്നു. അതിന്റെ കാരണം ചോദിക്കുമ്പോൾ ജി രാജേഷ് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇപ്പോഴുള്ളത് കൂട്ടായ തീരുമാനമാണ് എന്നാണ്. അപ്പൊ തരാതരം പോലെ നിലപാട് മാറ്റുകയാണ്. വൈകാരികമായ ഒരു അന്തരീക്ഷമാണുള്ളത് എങ്കിൽ അതിനേക്കാൾ വൈകാരികമായി ഒരു ദേവസ്വം ബോർഡിന്റെ അഭിമാനം ഉയർന്നു നിന്നുകൂടാ. എന്നാൽ ജി രാജേഷിന്റെ അടക്കമുള്ള വാക്കുകളിൽ നിന്ന് ദൗർഭാഗ്യവശാൽ അതാണ് കേരളം കേൾക്കുന്നത്. ഇതാണ് നാളെ ഈ പറയുന്ന ചർച്ചാ ടേബിളിലേക്ക് എത്തുമ്പോഴും എടുക്കാൻ പോകുന്ന നിലപാട്, തിരുവമ്പാടിയായാലും പാറമേക്കാവായാലും. കാരണം അവിടെ ഈ പൂരം എന്ന് പറഞ്ഞ് നാം എല്ലാം പരിലാളിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ ഘോഷണമല്ല നടക്കുക, അതിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ ഘോഷണമാണ്. ഇതിപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നാം അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുന്നതിനേക്കാൾ ഒരു പടി കൂടി മുകളിൽ നിൽക്കുന്നു ധാർഷ്ട്യത്തോടെയുള്ള ഇത്തരം അഭിമാന പ്രകടനങ്ങൾ. അതാണ് തിരുവമ്പാടിയും പാറമേക്കാവും പരിശോധിക്കേണ്ടത്. നാം പരിശോധിക്കാൻ കാട്ടുന്ന ആ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നാം എല്ലാം കാട്ടുന്ന ആ ജനാധിപത്യ ബോധ്യമുണ്ടല്ലോ, ആ ബോധമുണ്ടല്ലോ, അത് ഈ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഇതിനകത്ത് ദേശം എന്ന് പറഞ്ഞ ഒരു മറ വെച്ചുകൊണ്ടാണ് ഈ നിലപാടെല്ലാം എടുക്കുന്നത്. ദേശമല്ല, ദേശത്തിനൊരു വികാരമൊക്കെ ഉണ്ടാകും. ആ വികാരമെന്ന് പറയുന്നത് ഒരു തരത്തിലും മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്തൊരു മനോഭാവത്തിന്റെ മേൽ കെട്ടിയുയർത്തപ്പെട്ടിരിക്കുന്നതല്ല. പുതിയ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഓരോ മലയാളിക്കും. അതിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേകമായ വൈകാരിക അന്ധത ഈ തൃശ്ശൂരിലെ ചില വിഭാഗത്തിലെ ദേശങ്ങൾക്ക് മാത്രമായിട്ട് എന്തായാലും ഉണ്ടായിട്ടില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന മഹിമയുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ ദേശത്തിൻ്റെ മറവ് പറഞ്ഞുകൊണ്ട്, ഈ ആഘോഷത്തിൻ്റെ പൈതൃക ചരിത്രം പറഞ്ഞുകൊണ്ട് ദുരന്തങ്ങളുടെ ഏടുകളെ വേഗം മറിക്കാനുള്ള വ്യഗ്രത ഈ രാത്രിയിൽ തന്നെ കാണുന്നു. അത് നാളെ ഉണ്ടായിക്കൂടാ എന്നതാണ് വിവേകപൂർവ്വമായി അവരെടുക്കേണ്ട നിലപാട്. ഇക്കാര്യത്തിൽ ജോഷി കുര്യൻ, ഇപ്പോൾ ഉത്സവങ്ങളോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെരുന്നാളോ എന്തുമാകട്ടെ, ഏത് മതത്തിന്റെ ആഘോഷമായിക്കോട്ടെ, അതിലെല്ലാം ഒരേപോലെ പങ്കുചേരുന്ന ഒരു മതേതര മനസ്സ് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ. പക്ഷേ ഇവിടെ മതേതരത്വം എന്നതിനപ്പുറം ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു ഉത്സവമാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവമാണ് പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂരത്തിൽ വെടിക്കെട്ട് ഒരു മസ്റ്റാണോ? ആ വെടിക്കെട്ട് നടത്തുകയാണെങ്കിൽ അതിനുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാതെ ആ വെടിക്കെട്ട് നടത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചത്? വീഴ്ചയെന്ന് പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് അളവിൽ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചു, വെടിമരുന്നും വെടിക്കോപ്പും തമ്മിലുള്ള അകലം, വെടിമരുന്ന് നിർമ്മിക്കുന്നതും വെടിക്കോപ്പ് സൂക്ഷിക്കുന്നതും തമ്മിലുള്ള അകലം പോലും പാലിച്ചിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ കടന്നു ചെന്നതിനെ കുറിച്ച് വേണുഗോപാലകൃഷ്ണൻ ഇവിടെ വിമർശനപരമായി ചർച്ചയിൽ വന്ന അഭിപ്രായത്തെ ചൂണ്ടിക്കാട്ടി. പക്ഷേ നമ്മളിവിടെ ചെന്ന ആ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ടാണ് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എവിടെയാണ് വെടിമരുന്ന് നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു പാത്രത്തിലിട്ട് വെടിമരുന്ന് കലക്കുന്നതും അതിന് തൊട്ടപ്പുറത്ത് കൊണ്ട് വെടിക്കോപ്പ് കൊണ്ട് വെക്കുന്നതും അടക്കം മലയാളി കണ്ടു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വേണ്ട സുരക്ഷ ഒരുക്കാത്തത് എന്നതുകൂടി വെളിവാവുകയാണ്. അപ്പോൾ അതും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഈ ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കമ്പത്തോട് താല്പര്യമാകാം, കമ്പം എന്നാൽ വെടിക്കെട്ട്. പക്ഷേ ആ വെടിക്കെട്ട് നടത്തുന്നതിന് അവധാനതയില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതല്ലേ ഉചിതം? ഈ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ നവോത്ഥാന നായകന്റെ നാടാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഞാനൊരു തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം ലേബലിൽ നിന്നുകൊണ്ടല്ല കാണാൻ, ഞാനൊരു വിശാലാർത്ഥത്തിലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതൊരു ഹിന്ദു ക്ഷേത്രമായാലും ക്രൈസ്തവ ഒരു ആരാധനാലയമായാലും ഏത് ആരാധനാലയമായാലും അതിൻ്റെ ഉത്സവങ്ങളുടെ ഭാഗമായി ഇത്തരം വെടിക്കെട്ടുകൾ നടത്തുന്നത് അത് ശാസ്ത്രീയമായിട്ടാണോ നിയമപരമായിട്ടാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് നമ്മുടെ ആഘോഷങ്ങൾക്ക്, നമ്മുടെ ആരവങ്ങൾക്ക് ഒക്കെ കളമൊരുക്കുന്നതിന് വേണ്ടി നിയമത്തെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം. ഞാൻ തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പല തവണ പോയിട്ടുണ്ട്. ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന ഒരു സമയമുണ്ട്. എനിക്ക് ഈ വെടിക്കെട്ട് വെളുപ്പിനെയാണെന്നേ അറിയും. ഞാൻ വൈകുന്നേരം ഈ കുടമാറ്റമൊക്കെ കഴിഞ്ഞിട്ട് ഈ രാത്രി ഹോട്ടലിൽ ചെന്ന് കിടന്നുറങ്ങുന്ന ഒരു സമയമുണ്ട്. എനിക്കൊന്ന് വെളുപ്പിനെ വിജയ് എത്ര മണിക്കാണ് ഈ വെളുപ്പിനെ വെടിക്കെട്ട്? 2:30-3 മണിയല്ലേ? എനിക്ക് ഈ വെളുപ്പിനെ 3 മണിക്ക് വെടിക്കെട്ടിൽ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ, ആ പരിഭ്രാന്തി എനിക്കറിയില്ലായിരുന്നു. ഞാൻ കിടന്ന ഹോട്ടൽ ഒപ്പാടെ അങ്ങ് കുലുങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. അവിടുത്തെ ജനൽ ഗ്ലാസുകളൊക്കെ അങ്ങ് എന്താ പൊട്ടിച്ചെറുകയാണെന്നു. എനിക്ക് അന്നുണ്ടായ ഒരു അന്ധാളിപ്പുണ്ട്. കാരണം ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു ഭൂകമ്പമാണോ ഭൂചലനമാണോ കെട്ടിടം തകർന്നു വീഴുകയാണോ? ഞാനൊരു ഇടുക്കിക്കാരനായ ഞാൻ അവിടെ ചെന്ന് തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോയി വെളുപ്പിനെ ഈ വെടിക്കെട്ടുണ്ടാകുമ്പോൾ ഉണ്ടായ ഒരു അന്ധാളിപ്പില്ലേ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അന്ധാളിപ്പുണ്ട്. കാരണം അതൊരു ഞെട്ടലോടുകൂടിയാണ്, കിടന്ന കട്ടിലിൽ നിന്ന് ഞെട്ടലോടുകൂടി ഇപ്പോൾ എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ അന്ധാളിപ്പ് ഇപ്പോഴും മാറി. തൃശ്ശൂരിലേക്ക് നാം ഒന്ന് ചെന്ന് നോക്കണം. തൃശ്ശൂരിൽ എങ്ങനെയാണ്? പക്ഷേ പൂരപ്രേമികൾ അങ്ങനല്ല, അവർ ഈ വെടിക്കെട്ട് അവിടെയാണ് പ്രശ്നം. തൃശ്ശൂരിൽ പൂരത്തിന് മുമ്പ് എന്താണ്, അവിടെയുള്ള ഗർഭിണികളെ, അവിടെയുള്ള ഹൃദ്രോഗികളെ ഒക്കെ അവിടുന്ന് വീട്ടുകാർ മാറ്റില്ലേ? എന്താണ്
അതെന്തുകൊണ്ടാണ് മാറ്റുന്നത്? അത് സഹിക്കാൻ മേലാത്തതുകൊണ്ടാണ്. അവിടെ ഒരു വികാരത്തിന്റെ പേരിൽ ദേശം, നേരത്തെ വേണു പറഞ്ഞ പോലെയാണ്, ദേശം എന്ന വികാരത്തിന്റെ പേരിൽ നാം ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ തന്നെ അത് നിയമപരമാണോ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന തൃശ്ശൂർ പൂരത്തിന്റെ മറവിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ പറഞ്ഞ വെടിക്കെട്ടുണ്ടല്ലോ, അത് ആചാരത്തിന്റെ ഭാഗമാണോ? ആചാരം എന്നാൽ എന്താണ്? നമ്മളൊരു മതം നൽകുന്ന, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ് അവിടുത്തെ ആചാരം എന്ന് പറയുന്നത്. വെടിക്കെട്ട് അവിടുത്തെ ആചാരത്തിന്റെ ഭാഗമല്ല. തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന വെടിക്കെട്ട് അവിടുത്തെ ആചാരത്തിന്റെ ഭാഗമല്ല, അത് അവിടുത്തെ ആഘോഷത്തിന്റെ ഭാഗമാണ്. ആഘോഷം എത്ര കണ്ട് വേണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ഭരണസമിതിയും അവിടുത്തെ ദേശക്കാരുമാണ്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, 14-15 പേര് മരിച്ചില്ലേ? 14 പേര് മരിച്ചില്ലേ? ഈ മരിച്ചിട്ടും ആ തൃശ്ശൂർ നഗരത്തിൽ ഈ പറയുന്ന പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെ ഒക്കെ എന്താണ്, എന്ത് പുരകളാണ്? അലങ്കാരപ്പുലകൾ. ഈ 14 പേരുടെ ജീവിതം ഇല്ലാതായില്ലേ? 14 പേരുടെ കണ്ണീർ അവിടെ വീണില്ലേ? 14 കുടുംബങ്ങൾ അനാഥമായില്ലേ? അങ്ങനെ അനാഥമായി പോയിട്ടും തൃശ്ശൂർ പട്ടണത്തിൽ അലങ്കാരപ്പുരകളുടെ നിർമ്മാണമൊന്നും നിർത്തിവെക്കാൻ പോലും അവിടുത്തെ ദേശക്കാർക്ക് കഴിയുന്നുണ്ടോ? അത് മാത്രമല്ല, നാളെ ആഘോഷ കമ്മിറ്റി മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് ജോഷി. അതുകൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഞാൻ ലക്ഷ്മിയിലേക്ക് പോവുകയാണ്. ലക്ഷ്മി, ഇപ്പോൾ ആഘോഷം അതിനാരും എതിരല്ല, പൂരത്തിനും ആരും എതിരല്ല, ഉത്സവത്തിനും എതിരല്ല. ഒരുപക്ഷെ നമ്മൾ ഈ നടത്തുന്ന ചർച്ചയെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷേ ഉത്സവങ്ങൾക്കപ്പുറം അവിടെ നടക്കുന്ന ഈ വെടിക്കെട്ട് വേണ്ട രീതിയിൽ തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയാക്കി, പരിശോധനകളെല്ലാം പൂർത്തിയാക്കി നടത്തണം എന്നുള്ളതാണ് കോടതികൾ അടക്കം വെച്ചിരിക്കുന്ന നിബന്ധന. അതെല്ലാം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. പക്ഷേ ഇവിടെ എവിടെയൊക്കെയോ പാളുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സ്റ്റോപ്പ് മെമ്മോ വരില്ലല്ലോ. അതാണ് പലപ്പോഴും ഈ പരിശോധനകൾ നടക്കുന്നുണ്ടായിരിക്കും സുജയ, നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പേപ്പറുകളിൽ എല്ലാം കൃത്യമായിരിക്കും. പക്ഷേ അത് കണ്ണടച്ചു കൊടുക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതാണ് നമുക്കറിയാം. 2016 പുറ്റിങ്ങൽ ദുരന്തമുണ്ടായത്. അന്ന് 110 പേരാണ് മരിച്ചത്, 175ഓളം പേർക്ക് പരിക്കേറ്റു, 100-200 വീടുകൾക്ക് കേടുപാട് വന്നു. അന്ന് സത്യത്തിൽ ആ വാർത്ത കാണുന്ന നിമിഷം ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം വരാൻ പോവുകയാണ്. ആ നിലയ്ക്കായിരുന്നു ചർച്ചകളെല്ലാം നടന്നത്. അന്ന് സൗണ്ട് ബൈറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ആ നിലയ്ക്ക് സംസാരിക്കുന്നത് അന്ന് ഞാൻ കേട്ടു. ഇപ്പോഴത്തെ ധനമന്ത്രിയായിട്ടുള്ള കെ.എൻ. ബാലഗോപാലൊക്കെ എന്തുകൊണ്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ള പോലെ ഡ്രോൺ ഷോകൾ, ലേസർ ഷോകൾ ഒക്കെ ആയിക്കൂടാ? നമുക്ക് ആഘോഷങ്ങൾക്കോ ആഹ്ലാദങ്ങൾക്കോ ഒന്നും ആരും എതിരല്ലല്ലോ, നമുക്ക് അതിലേക്കൊക്കെ പോയിക്കൂടെ എന്ന് അദ്ദേഹം അടക്കം ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ നിലയിലേക്ക് ചർച്ചകൾ വരുന്നില്ല എന്ന് മാത്രമല്ല, അല്പസമയം മുമ്പ് വേണുബാലകൃഷ്ണന്റെ ബിഗ് ഡയലോഗിൽ ചർച്ചയിൽ പങ്കെടുത്ത പാറമേക്കാവിൻ്റെയും മറ്റും പ്രതിനിധികൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഒരു കാലത്തും ഇനി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് എത്തില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ദിവസം, ഇന്നലെ മനുഷ്യ ശരീരങ്ങൾ, 15 പേരുടെ മനുഷ്യ ശരീരങ്ങൾ ചിന്നിച്ചിതറിയ സ്ഥലമാണ്. ഇപ്പോഴും മരണത്തിനും ജീവിതത്തിനുമിടയിൽ പാതി വെന്ത ശരീരവുമായി മല്ലിടുകയാണ് ആ മനുഷ്യർ. അവിടെ നിന്നുകൊണ്ട് ഇപ്പോഴും ധാർഷ്ട്യത്തോടെ ഞങ്ങളിത് തുടരും എന്ന് പറയാനാണ് അവർക്ക് കഴിയുന്നത് എങ്കിൽ ഇത് ഒരിക്കലും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്, നമ്മളടക്കം ഇതിനെയൊക്കെ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീനിതാകൃഷ്ണന്റെ അടക്കം നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ നമ്മളടക്കം മുൻകൈയെടുത്ത് ഇതിനകത്ത് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് പറയേണ്ടുന്നത്. നേരത്തെ ജോഷി ചൂണ്ടിക്കാട്ടിയതുപോലെ, ഗുരു പറഞ്ഞതുപോലെ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് ഏത് നൂറ്റാണ്ടിലാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഈ നൂറ്റാണ്ടിലിരുന്ന് ഇപ്പോഴും ഈ AI കാലഘട്ടത്തിലിരുന്നും നമ്മൾ പറയുന്നത് എന്താണ്? ഈ പ്രാകൃതമായ കരിമരുന്ന് പ്രയോഗം വേണ്ട. അത് ജോഷി പറഞ്ഞതുപോലെ തന്നെ അത് ആചാരത്തിന്റെ ഭാഗമെന്ന് പറയാൻ കഴിയില്ല സുജയ. ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്തതാണ് പൂരത്തിലെ ചടങ്ങുകൾ. അത് ആറാട്ടുപുഴ പെരുവനം പൂരത്തിലാണല്ലോ തൃശ്ശൂരിലെ ഈ 10 ഘടകക്ഷേത്രങ്ങൾ പങ്കെടുത്തിരുന്നത്. ആറാട്ടുപുഴ പെരുവനം പൂരത്തിലാണ്. അവിടെ അവർക്ക് ഒരു കൊല്ലം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വെള്ളപ്പൊക്കവും മഴയും കാരണം അവിടേക്ക് എത്താൻ കഴിയാതിരുന്ന ആ ക്ഷേത്ര പ്രതിനിധികൾ ശക്തൻ തമ്പുരാന് മുന്നിൽ പോയി പറയുകയാണ്, ഞങ്ങൾക്ക് ആ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവരവിടെ എത്തിയപ്പോഴേക്കും ആ ചടങ്ങുകൾ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ഈ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ ശക്തൻ തമ്പുരാൻ അവർക്ക് വേണ്ടി വിഭാവനം ചെയ്തതാണ് ഈ തൃശ്ശൂർ പൂരം. അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മി, അതിനിടയിൽ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. പൂരച്ചടങ്ങുകൾ ലക്ഷ്മിയും ഇത്രയും കാലം മാധ്യമപ്രവർത്തനത്തിൽ പലതവണ പൂരം ദിവസം അവതരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ പൂരത്തിന്റെ ചടങ്ങുകൾ എല്ലാവരും ഇരുന്ന് വിവരിച്ച് പറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളിലും സ്ഥിരമായി പറയുന്ന ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. തുടങ്ങുന്ന പൂരത്തിന്റെ പ്രധാന ആചാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടിയേറ്റത്തെക്കുറിച്ച്, കൊടിയേറ്റം നമ്മളും കഴിഞ്ഞ ദിവസം ലാലൂർ മുതലുള്ള കൊടിയേറ്റങ്ങൾ ദൃശ്യങ്ങളടക്കം കാണിച്ചു. അതിനുശേഷം മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, ഇത്രയും പറഞ്ഞതിന് ശേഷം എല്ലാവരും
എല്ലാവരും പറഞ്ഞു വരുന്നത് വെടിക്കെട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ആചാരത്തിന്റെ ഭാഗമല്ലേ എന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിരോധം. അപ്പോൾ തെക്കോട്ടിറക്കത്തിന് ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ കുടമാറ്റിയ ശേഷം പൂരത്തിന്റെ അവസാന ദിവസം നടക്കേണ്ട വർണ്ണാഭമായ ഒരു ചടങ്ങ് ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ചടങ്ങല്ലേ, ആചാരമല്ലേ എന്ന് ചോദിക്കുന്നു. ആചാരവും ആഘോഷവും കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ശക്തൻ തമ്പുരാൻ ഇക്കാര്യം വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏത് നൂറ്റാണ്ടിലാണ് 1790 1790 1805 ഇടയിലങ്ങണ്ടെയാണ് കൊച്ചി രാജാവായിട്ടുള്ള ശക്തൻ തമ്പുരാന്റെ കാലം. അതാണ് ആ കാലത്ത് ഒരു ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത ഒരു കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവന് ഹാനി ഉണ്ടാകുന്ന തരത്തിലൊരു കാര്യം സംഭവിച്ചാൽ അത് മാറ്റുവാൻ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ് സുജയ? അത് ഒരിക്കലും അതൊരു ആചാരത്തിന്റെ ഭാഗമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ആഘോഷത്തിന്റെ ഭാഗമാണ്. അവിടെ നടക്കുന്ന പൂജാവിധികളും മറ്റുമാണ് ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. കുടമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നമുക്കത് പറയാൻ കഴിയുമായിരിക്കും. പക്ഷേ വെടിക്കെട്ട് ആചാരത്തിന്റെ ഭാഗമല്ല, ആഘോഷത്തിന്റെ ഭാഗമാണ്. അത് കാലാനുസൃതമായി മാറുക തന്നെ വേണം. ഒരൊറ്റ സെന്റൻസ്. ഏതൊരു ആചാരവും മനുഷ്യന്റെ സുഖത്തിനും മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ ശാന്തിക്കും വേണ്ടിയാണ്. ഏതൊരു ആചാരവും അവന്റെ രക്തം ചിന്തിയിട്ടുള്ള ഒരാചാരവും അത് ആഘോഷത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അവന്റെ രക്തം ചിന്തിയിട്ടുള്ള ഒരാചാരവും അത് ഈശ്വരഹിതത്തിന്റെ ഭാഗമല്ല. അവന്റെ രക്തം ചിന്തിയിട്ടുള്ള ഒരാചാരവും ഈശ്വരഹിതത്തിന്റെ ഭാഗമല്ല. ഇനി സുജയ് പറഞ്ഞതുപോലെ അതൊരാചാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ കരുതുക. മനുഷ്യബലി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൃഗബലി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ആചാരത്തിന്റെ ഭാഗമായിരുന്നു. ആ ആചാരങ്ങൾ നമ്മൾ മാറ്റി എഴുതിയവരാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അത് ആചാരത്തിന്റെ ഭാഗമല്ല വെടിക്കെട്ട്, അത് ആഘോഷത്തിന്റെ ഭാഗമാണ്. അത് കാലാനുസൃതമായി മാറുക തന്നെ വേണം. ഇനിയും മനുഷ്യ ശരീരങ്ങൾ ഇവിടെ ചിന്നിച്ചിതറിക്കൂടാ. അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ മരണക്കം അല്ല, ഈ ഏത് മതവിഭാഗത്തിൽ, അത് ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ ഒന്നുമില്ല, ഏത് മതവിഭാഗത്തിലായാലും അവിടെ ഉണ്ടാകുന്ന ആഘോഷങ്ങൾ പതിയെ അത് ആചാരത്തിന്റെ ഭാഗമായി മാറുകയാണ്. അത് പതിറ്റാണ്ടുകളായി എങ്ങനെയാണ്? അത് ഏതെങ്കിലും ഒരു പള്ളി നോക്കൂ, ഏതെങ്കിലും ഒരു ക്രൈസ്തവ പള്ളിയിൽ അവിടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു സാധനം പതുക്കെ അത് അമ്പെയ്ത്തെന്നോ അല്ലെങ്കിൽ പറയും. അത് പിന്നീട് പതുക്കെ അത് ആചാരത്തിന്റെ ഭാഗമായി മാറുകയാണ്. അവിടെയും ജോഷിയിലേക്ക് വരാം, ബാക്കിയുള്ളവർക്കിലേക്കും വരണം. ആഘോഷത്തിന്റെ ഭാഗമാണ്, ആചാരത്തിന്റെ ഭാഗമല്ല എന്ന ടേക്കാണ് ഇവിടെ ജോഷിയും ലക്ഷ്മി പത്നിയും എടുത്തിരിക്കുന്നത്. പൂജ, ദർശനം തുടങ്ങിയവയെല്ലാം യഥാവിധി നടത്തപ്പെടുന്ന ക്ഷേത്രങ്ങൾ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന തിരുവമ്പാടിയായാലും പാറമേക്കാവായാലും മറ്റ് ഘടക ക്ഷേത്രങ്ങളായാലും. ഈ പൂരത്തിനിടയിൽ ഉണ്ടായ ദുരന്തം അത് കണ്ണു തുറപ്പിക്കേണ്ടതല്ലേ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വേണ്ട രീതിയിൽ സുരക്ഷയൊരുക്കാൻ കഴിയാതെ പോയതാണോ? എന്താണ് ഈ മരണക്കമ്പത്തിലേക്ക് നയിച്ച, അല്ലെങ്കിൽ ഈ കമ്പത്തിനിടയിലുണ്ടായ അപകടത്തിലുണ്ടായ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ജോഷി കുര്യനും ലക്ഷ്മി പത്നിയും പറഞ്ഞ അഭിപ്രായം ഈ മരണക്കമ്പം വേണ്ട എന്നതാണ്. എസ് വിജയകുമാർ അതിനോട് യോജിക്കുന്നുണ്ടോ? വെടിക്കെട്ടില്ലാതെ എന്ത് പൂരം എന്നുള്ള മറുചോദ്യം മറുഭാഗത്ത് ശക്തമായി ഉയരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? സുജയ, വേലയും പൂരവും ഒന്നും ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാ പൊലിമയോടും ആഘോഷിക്കണം എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമുക്കറിയാം, പുറ്റിങ്ങൽ വെടിക്കെട്ടാണല്ലോ എല്ലാവരും ചൂണ്ടിക്കാട്ടിയത്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെപ്പറ്റി അന്വേഷിച്ച ജസ്റ്റിസ് ഗോപിനാഥൻ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷനാണല്ലോ. ആ കമ്മീഷന്റെ ശുപാർശയിൽ എവിടെയെങ്കിലും വെടിക്കെട്ട് നിരോധിക്കണം എന്നും അത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടോ? ആ കമ്മീഷൻ ഒരിടത്തും അത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പകരം അതിൽ നിയന്ത്രണങ്ങൾ വേണം എന്നും ശക്തമായ ഇടപെടലുകൾ, റെഗുലേറ്ററി മെഷേഴ്സ് വേണം എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഉദാഹരണത്തിന് ഡെസിബൽ അത് 85-ൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു നോഡൽ ഓഫീസർ ഇത് കൃത്യമായി അതിൽ നിരീക്ഷണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നു. 4 മാസം മുമ്പ് അതിൻ്റെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം അനുമതി തേടുന്ന അപേക്ഷയ്ക്കൊപ്പം നൽകണം എന്ന് പറയുന്നു. ആ അനുമതി തേടുന്ന അപേക്ഷ നൽകുന്നതിന് തൊട്ടു പിന്നാലെയും ഉദ്യോഗസ്ഥർ അവിടെ പോയി പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തണം എന്ന് പറയുന്നു. രാത്രികാലങ്ങളിൽ കുറെ കൂടി കർശനമായ നിയന്ത്രണം വേണമെന്ന് പറയുന്നു. ദൂരപരിധി സംബന്ധിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതുകൂടാതെ മത്സര വെടിക്കെട്ട്, മത്സര കമ്പം അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ചട്ടമുണ്ട്. ആ കേന്ദ്ര സർക്കാരിന്റെ ചട്ടം ഈ വെടിക്കെട്ട് പുരകള്, വെടിക്കെട്ട് നടത്തുന്ന സ്ഥലം, ആൾക്കൂട്ടം നിൽക്കുന്ന സ്ഥലം, ഇവയൊക്കെ സംബന്ധിച്ച് കർശനമായ ദൂര നിയന്ത്രണം കർശനമായി പാലിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരിടത്തും ഇത് പാടെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണത്തെ പറ്റിയല്ല പറയുന്നത്. ഒരു റെഗുലേറ്ററി സംവിധാനങ്ങൾ, റെഗുലേഷൻ അവിടെയൊക്കെ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഏർപ്പെടുത്തുന്നതിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇവിടുത്തെ ഈ പൂരം ആസ്വദിക്കുന്നവരോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോകുന്ന വിശ്വാസികളോ അല്ലെങ്കിൽ സംഘാടകരായ തിരുവമ്പാടിയോ പാറമേക്കാവോ അല്ലെങ്കിൽ അവരൊക്കെയാണോ? ഇനിയിപ്പോൾ അവരങ്ങനെ ഇത് റെഗുലേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അതിന് നിന്നു കൊടുക്കുന്നത് ആരാണ്? പുറ്റിങ്ങൽ അപകടമുണ്ടായ സമയത്ത്, ആ ദുരന്തമുണ്ടായ സമയം അന്വേഷിച്ച കമ്മീഷൻ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേരുണ്ടല്ലോ. അദ്ദേഹം
പീതാംബരക്കുറുപ്പ് MP അദ്ദേഹം എന്താണ് ചെയ്തത്? ഇതിന് അനുമതി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഉന്നത കേന്ദ്രങ്ങളിൽ ഇടപെട്ട് അതിന് അനുമതി വാങ്ങിച്ചു കൊടുത്തു എന്ന് ജസ്റ്റിസ് ഗോപിനാഥൻ കമ്മീഷനിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 2-3 പൂരം എടുത്തോളൂ, അവിടെയൊക്കെ ഈ നിയന്ത്രണങ്ങൾ മറികടക്കാൻ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടില്ലേ? ഭരണ നേതൃത്വം ഇടപെട്ടില്ലേ? കേരള സർക്കാർ തന്നെ കേന്ദ്രത്തോട് കത്തെഴുതി ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിൽ തടസ്സം? നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ട എന്ന് ഏതെങ്കിലും ഒരു ദേവസ്വം ഭാരവാഹി പറഞ്ഞാൽ അതിന് നമ്മൾ വഴങ്ങി കൊടുക്കണോ? വേണ്ട, നിയന്ത്രണങ്ങളോടെ നടപ്പാക്കാമല്ലോ. നിയന്ത്രണങ്ങളോടെ നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടോ? നാട്ടുകാർ നിയന്ത്രണങ്ങളോടെ നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിയന്ത്രണങ്ങളുണ്ട്, നിയമമുണ്ട്, ആ നിയമം നടപ്പാക്കുന്നതിന് ചട്ടമുണ്ട്. അത് പാലിച്ച് വെടിക്കെട്ട് നടത്താം, അതിനൊരു തടസ്സവുമില്ല. ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് PS ഗോപിനാഥൻ എന്ന് പറയുന്ന ജഡ്ജിക്ക്, റിട്ടയർഡ് ജഡ്ജിക്ക് നിയമം അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ശുപാർശകളിൽ ഇത് പാടെ നിരോധിച്ചു കളയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ജല്ലിക്കെട്ട് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിരോധിച്ചിട്ടുണ്ട് സുപ്രീം കോടതി, അല്ലേ? ജല്ലിക്കെട്ട് നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ജല്ലിക്കെട്ട് നടത്തുന്നത്? തമിഴ്നാട് സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട് നിയമം, ഓർഡിനൻസ് വന്നു, കേന്ദ്രം ആ ഓർഡിനൻസിന് നിയമപ്രാബല്യം കൊടുത്തു, സുപ്രീം കോടതിക്ക് അത് ശരിവെക്കേണ്ടി വന്നു. ഇപ്പോഴും ജല്ലിക്കെട്ട് നടക്കുന്നുണ്ട്. ജല്ലിക്കെട്ടിൽ ആളുകൾ മരിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ഇത്തവണ ജല്ലിക്കെട്ട് നടന്നപ്പോഴും ഈ ആളുകൾ പരിക്കേൽക്കുകയും മരണാസന്നരാവുകയും ചെയ്തു. നമ്മൾ ജല്ലിക്കെട്ട് നിർത്തിയോ? ജല്ലിക്കെട്ട് നടക്കുന്നുണ്ട്. ജല്ലിക്കെട്ട് എന്നാണ് തമിഴ് സംസ്കൃതിയുടെ ഭാഗമാണ്. അവിടുത്തെ ആചാരത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, കർഷകരുടെ ആഘോഷമാണ് ജല്ലിക്കെട്ട്. അവർക്കത് ആഘോഷിക്കാം, അവരത് അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. കർശനമായ നിയന്ത്രണങ്ങളുണ്ട് അവിടെ. അളകനല്ലൂർ ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അളകനല്ലൂർ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ തമിഴ് സിനിമകളുടെ എത്രയോ പാട്ടിൽ അളകനല്ലൂർ ജല്ലിക്കെട്ടിനെ പറ്റി നമ്മൾ വാഴ്ത്തി പാടുന്ന കേട്ടിട്ടുണ്ട്. എത്രയോ പഴക്കമുണ്ട് ആ ജല്ലിക്കെട്ടിന്. അപ്പോൾ ആ ജല്ലിക്കെട്ടിന് നിയമപരിരക്ഷ നൽകിയിട്ടുണ്ട് ഇന്ത്യ, നമ്മുടെ രാജ്യം. അത് പരമോന്നത കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങളുടെ, വിവിധ സംസ്കൃതികളുടെ, പ്രാദേശിക ആഘോഷങ്ങളുടെ, ഉത്സവങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം. ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കൂ. വടക്കൻ കേരളത്തിലെ ആഘോഷങ്ങൾക്കൊക്കെ വെല്ലങ്ങി വേല അല്ലെങ്കിൽ എത്രയോ പൂരങ്ങൾ നമുക്കറിയാം. ആ പൂരങ്ങൾക്കൊക്കെ വെടിക്കെട്ടുണ്ട്. ആ വെടിക്കെട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെടിമരുന്നിൻ്റെ ഒക്കെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് ഒരു തടസ്സവുമില്ല. നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമങ്ങളുണ്ട്. അത് നടപ്പാക്കിയാൽ മതി. അത് നടപ്പാക്കുന്നതിൽ വെള്ളം ചേർക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയാൽ മതി. അത് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കുന്നതിൽ എന്താണ് തടസ്സം? ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ 15 ആളുകൾ മരിച്ചു. 15 ആളുകൾ മരിച്ചു എന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ, ദൗർഭാഗ്യകരമായ, ഒഴിവാക്കാൻ നമുക്കത് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. അത് അങ്ങനെ ഒരു മഹാദുരന്തം നമ്മളുടെ കൺമുന്നിൽ സംഭവിച്ചു. അത് സംഭവിച്ചതിൻ്റെ കാര്യകാരണം അത് കണ്ടെത്തി അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കാണല്ലോ നമ്മൾ പോകേണ്ടത്. നമ്മൾ അതിന് പകരം ഇത് വേണ്ട എന്ന് വെച്ച് ആ നിലയിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ പറ്റി നമ്മൾ എന്തിനാണ് അത്തരം ആലോചനകൾ നടത്തുന്നത്? അത് നിരോധിക്കണമെന്ന് ഇവിടെ ഏതെങ്കിലും സംവിധാനം പറഞ്ഞിട്ടുണ്ടോ? നിയന്ത്രണങ്ങളാണ്, റെഗുലേറ്ററി മെഷേഴ്സ് ആണ് വേണ്ടത്. അതിന് ഈ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, ആ നിയമം കാലാകാലങ്ങളായി പരിഷ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, നിയമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളിൽ ഇപ്പോൾ ഈ കരിമരുന്ന് സൂക്ഷിക്കുന്നതിന് ഇത്രയും അവധാനതയോടെ ഈ പൂരം നടത്തിപ്പിനായി ഇറങ്ങുന്ന ദേവസ്വങ്ങൾ ആ കാര്യങ്ങളിൽ എത്രത്തോളം കൃത്യത പാലിച്ചിട്ടുണ്ട്? ഇപ്പോൾ S. വിജയകുമാർ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം ആ കമ്മീഷന്റെ റിപ്പോർട്ടും എല്ലാം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത് നടപ്പാക്കിയിട്ടില്ല, സർക്കാർ നടപ്പാക്കിയിട്ടില്ല. പരിശോധന നടത്തേണ്ട പോലീസ് സംവിധാനങ്ങളടക്കം പരിശോധന അവിടെ നടത്തിയോ? അല്ലെങ്കിൽ വേണ്ട സുരക്ഷ ഒരുക്കിയോ? ഈ മാധ്യമങ്ങളടക്കം അവിടേക്ക് കയറിയതിനെ വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കയറുന്നതിനടക്കം ചെരുപ്പ് ഊരിയിട്ടാണോ? എത്ര പേരടങ്ങുന്ന സംഘത്തിനാണ് അനുമതി? ഏറ്റവും ഒടുവിൽ അവിടെയാണ് ആരാണ് കയറിയത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അത് അവിടെ ഡിസ്പ്ലേ ആണ്. അത് ആരാണ് ചെയ്തത്? അത് ചെയ്തത് ആ ദേവസ്വത്തിന്റെ ആളുകൾ തന്നെയാണ്. ദേവസ്വത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആ വെടിപ്പുരയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. മരിച്ചവരിലും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വെടിക്കോപ്പുകൾ തയ്യാറാക്കിയവർ മാത്രമല്ല മരിച്ചത്, ആ ഉത്സവത്തിന്റെ അല്ലെങ്കിൽ ഈ പൂരത്തിന്റെ നടത്തിപ്പുകാരിൽപ്പെട്ട ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വെടിക്കെട്ടിനും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് 35 നിയന്ത്രണങ്ങളാണ്. ഈ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാൻ തയ്യാറല്ല. പിന്നെ അപകടം ഉണ്ടായി കഴിയുമ്പോൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. ആ നിയന്ത്രണം സ്വയം നിയന്ത്രണമുണ്ട്. അപ്പോൾ ഈ പൂരത്തിനെതിരല്ല എന്ന് പറയുമ്പോൾ ഈ പൂരം നടത്തിപ്പിന് ഇവിടെ ആരും എതിരല്ല, ആരും തന്നെ പൂരത്തിനെതിരാണ്, ആരും പൂരത്തിനെതിരല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകരുത്. പൂരത്തിന് ആരും എതിരല്ല, ആഘോഷം വേണമെന്നുള്ളത് S. വിജയകുമാർ മാത്രമല്ല നമ്മുടെ ചാനലിലെ തന്നെ അഭിപ്രായമാണ്. പൂരം നിയമപരമായി ചട്ടങ്ങൾ പാലിച്ച് വെടിക്കെട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന്, അത് മരണത്തിലേക്ക് നയിക്കുന്നതിന്, ഈ മരണമുണ്ടായിടത്ത് ഒരു മരണ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ആ വീട്ടിൽ പെരുമാറുക? അതുകൂടി എന്ന് പറഞ്ഞാൽ കൊള്ളാം.
ഞാൻ പറഞ്ഞത് ചട്ടങ്ങളുണ്ട്, ചട്ടങ്ങൾ നടപ്പാക്കുന്നതിന് ആരാണ് തടസ്സം? ഞാനൊരു നേതാവിന്റെ ഈ പേര് ചട്ടങ്ങളിൽ ഇളവ് ചോദിച്ച ദേവസ്വം ബോർഡുകളല്ലേ കോടതിയിൽ പോയത്? സർക്കാർ കത്തയച്ചിട്ടില്ലേ? സംസ്ഥാന സർക്കാർ അല്ല കത്തയച്ചിട്ടില്ല. അതെന്താണെന്നറിയോ? ഈ ദേവസ്വങ്ങളെ ഭയന്നിട്ടാണ്, അവിടുത്തെ ആൾക്കൂട്ടങ്ങളുടെ വികാരങ്ങളെ ഭയന്നിട്ടാണ്, ഒരു മോബിനെ ഭയന്നിട്ടാണ്, തൃശ്ശൂർ പോലുള്ള മോബിനെ ഭയന്നിട്ടാണ് അത്തരത്തിൽ കോടതിയിൽ പോയത്. അതിന് നമ്മുടെ ആ വികാരങ്ങൾക്ക്, ആ മോബിന്റെ വികാരങ്ങൾക്ക് നമ്മുടെ ഭരണകൂടം വഴങ്ങുന്നു എന്നുള്ളതാണ്. ആര് പറഞ്ഞു വഴങ്ങാൻ? ഞാൻ പറഞ്ഞത് മോബിന്റെ വികാരങ്ങൾക്കൊപ്പമാണോ ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്? ഞാൻ അങ്ങനെയാണോ അത് ജോഷി പറഞ്ഞു വയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, തൃശ്ശൂരിലെ 2 വർഷം മുമ്പ് 2024 അവിടെ എന്താ സംഭവിച്ചത്? 2024 പൂരം കലക്കൽ വിവാദം. അവിടെ പൂരത്തിൽ നിയന്ത്രണം, അനാവശ്യ നിയന്ത്രണം കൊണ്ടുവന്നത് ഇതേ പോലീസാണ്. ആ പോലീസ് നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇത്തരം ഞാൻ ചോദിക്കുന്നത് ഇളവുകൾ വരുന്ന എപ്പോഴാണെന്നറിയോ? ഇളവുകൾ കൊടുക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നിയമമുണ്ട്, നിയമം പാലിക്കാനുള്ള ചട്ടങ്ങളുമുണ്ട്, ലോ അതിന്റെ ആക്ട് ഉണ്ട്, ആക്ട് നടപ്പാക്കാനുള്ള എന്താണ് റൂൾസും ഉണ്ട്. അതിനുള്ള വിൽ പവർ വേണം. അല്ല അതിപ്പം വിൽ പവർ. ഒറ്റ മിനിറ്റ് ജോഷി. അല്ല, എസ് വിജയകുമാർ അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് അപർണയിലേക്ക് വരാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 200 മീറ്റർ അകലം, ആ വിജ്ഞാപനം നടപ്പാകാത്ത സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ഈ കേന്ദ്ര വിജ്ഞാപനത്തിൽ ഭേദഗതിക്ക് ആവശ്യപ്പെട്ടത് ജോഷിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വങ്ങളല്ല, സംസ്ഥാന സർക്കാർ. അതൊന്നും എന്റെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ദേവസ്വങ്ങൾ സമ്മർദ്ദ ശക്തിയായിട്ടുണ്ട്. ആയിക്കോട്ടെ, സമ്മർദ്ദങ്ങൾക്ക് ജോഷി, ലക്ഷ്മി, സുജിയ, ഞാൻ ചോദിക്കുന്നത് ഈ സമ്മർദ്ദങ്ങൾക്ക് സ്റ്റേറ്റ് ഭരണകൂടം എന്തിനു വഴങ്ങുന്നു? ഞാൻ പറയുന്നത് നിയമമുണ്ട്, നിയമം നടപ്പാക്കാൻ ചട്ടവുമുണ്ട്. അത് പാലിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും. അതിൽ നിരോധനം എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ അതിനെ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്നതേ ഇല്ല. ഒറ്റ കാര്യം, ഈ നിയമം പാലിച്ച് ഈ 35 നിയമം പാലിച്ച് തൃശ്ശൂർ പൂരം നടത്താൻ കഴിയും, അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്ന് വിജയകുമാറിന് തോന്നുന്നുണ്ടോ? വെടിക്കെട്ട് നടത്താൻ കഴിയും, വെടിക്കെട്ട് നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല, നിയമം പാലിച്ചാൽ മതി. മാത്രമല്ല വിജയകുമാർ, ഒരു സെക്കൻഡ് ജോഷി, നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച്, നമ്മുടെ നാട്ടിലെ ചൂട് എത്രയാണെന്നറിയോ? ഇപ്പോൾ തന്നെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാകാൻ പോവുകയാണ്. ചൂടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. തൃശ്ശൂർ പാലക്കാടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഈ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണല്ലോ ഏറ്റവും കൂടുതൽ വെടിക്കെട്ടുകൾ നടക്കുന്നത്. വല്ലങ്കി വേലയടക്കം, നെന്മാറ വല്ലങ്കി വേലയടക്കം, തൃശ്ശൂർ പൂരം അടക്കമുള്ള പൂരങ്ങളും വേലകളുടെയും നാടാണ്. അപ്പോൾ നമ്മുടെ ഈ മാറി വരുന്ന കാലാവസ്ഥയെ കൂടി പരിഗണിക്കട്ടെ വിജയകുമാർ. ഈ ഇത്തരത്തിലുള്ള കരിമരുന്നുകൾ, ഇതൊരു പ്രാകൃത സമ്പ്രദായമല്ലേ? അത് നമ്മൾ ഡ്രോണിനും ലേസർ ഷോയ്ക്കും ഒക്കെ വഴിമാറി കൊടുക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? അല്ല, ഞാൻ പറയുന്നത് ഈ ശബ്ദം എന്നത് അതിതീവ്രമായ ശബ്ദം കേൾപ്പിച്ച് പൂരം ആഘോഷിക്കണമെന്നൊന്നുമില്ല. നല്ല നിറപ്പകിട്ടാർന്ന പടക്കങ്ങൾ, വെടിക്കെട്ടുകൾ, വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞത് ശബ്ദം പൂർണ്ണമായും കുറയ്ക്കണം എന്നല്ല. ഞാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷന്റെ ശുപാർശയെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിന് കൊടുത്ത നിർദ്ദേശങ്ങൾ, ശുപാർശകൾ നടപ്പാക്കാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഗോപിനാഥൻ കമ്മീഷനിൽ മാത്രമല്ലല്ലോ ഞാൻ ഉള്ളയാളാണ് ജസ്റ്റിസ് ഗോപിനാഥൻ. നല്ലതായിട്ടുള്ള ആളാണ്. ഏറ്റവും വലിയ എല്ലാ സുരക്ഷാ ലക്ഷ്മിയുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. അപർണ കുറുപ്പിലേക്ക് പോവുകയാണ്. അപർണ കുറുപ്പ്, ഇപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. 2019 റിപ്പോർട്ട് കൊടുത്തതാണ്. ആ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ടുണ്ടായിട്ടുള്ള ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ തൃശ്ശൂർ മാത്രമല്ല പലയിടങ്ങളിലും ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എസ് വിജയകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് അപർണ യോജിക്കുന്നുണ്ടോ? പൂരം പതിവ് പോലെ തന്നെ, അതായത് സാമ്പിൾ അടക്കമുള്ള ഈ 3 ദിവസങ്ങളിൽ ശനിയും ഞായറും വർണ്ണാഭമായ പൂരം തന്നെ നടത്താനുള്ള ഒരു ആലോചനയിലേക്ക് എത്തിയിരിക്കുക. അതായത് ദുഃഖാചരണം നടത്തും അടുത്ത 2 ദിവസം, അത് കഴിഞ്ഞാൽ പൂരത്തിലേക്ക് പോവുകയാണ്. എന്തായാലും വിജയകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ജോഷിയും ലക്ഷ്മി പത്മയും പറഞ്ഞതിനോട് എതിർക്കുകയാണോ? എൻ്റെ വാക്കെന്നറിയില്ല. ഏതായാലും തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വം ഭാഗത്ത് മാത്രം കുറ്റമുണ്ട് എന്നുള്ളൊരു ഒരു ടേക്ക് എനിക്കില്ല. അവരെ മാത്രമായിട്ട് കുറ്റം പറയേണ്ട ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർ കുറ്റക്കാരല്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ആന ചവിട്ടിക്കൊന്നും വെടിക്കെട്ട് അപകടത്തിലും ഒരുപാട് പേര് മിക്ക ഉത്സവ സീസണുകളിലും മരിക്കുന്നുണ്ട്. അതിപ്പോൾ ഇത്തവണ ചൂടുകാലമാണ്. ഈ സ്ഫോടക വസ്തുക്കളൊക്കെ അമ്പലമുറ്റത്ത് നിരത്തുന്ന സമയത്തായിരുന്നെങ്കിൽ ഇതിലും വലിയ അപകടം ഉണ്ടായതിനെ, കൂടുതൽ ഒരുപക്ഷെ ഡെത്ത് ടോൾ വന്നേനെ. ഈ മരിക്കുന്നതിനകത്തൊന്നും ഒരു VIP ഉണ്ടാകില്ല, സാധാരണക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സംഭവ
സംഭവത്തിന് ശേഷം നമ്മൾ ചർച്ച നടത്തും, കമ്മീഷനുകൾ വരും, റിപ്പോർട്ട് വരും, ഏതെങ്കിലും തരത്തിലൊരു ചെറിയൊരു നടപടി ഉണ്ടാവും. അത് കഴിഞ്ഞ്, അതായത് ഒരു വൈകാരികപരമായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തും. അത് കഴിഞ്ഞ് ഇതൊരു യുക്തിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചർച്ച നടത്തില്ല. ദാക്ഷായണി ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് മിഥുനത്തിൽ മോഹൻലാൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടസ്സങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കാലത്ത് അതില്ല എന്നൊക്കെ സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞാൽ പോലും ഒരു പടക്ക കരാറ് നടത്താൻ, അത് കൊണ്ടു നടക്കാൻ ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ആർക്കുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടാകുകയാണെങ്കിലോ പെസോ ലംഘനം ഉണ്ടാവുകയാണെങ്കിലോ ഒക്കെ ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഷയം ഉണ്ടാവില്ല. ഇതിൽ അമ്പലമോ പള്ളിയോ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പടക്ക കരാറാണെങ്കിൽ ചെറിയ തട്ടിക്കൂട്ട് ഒരു ഒരു കൂടാരത്തിനകത്ത് വരെ ഇത് കൃത്യമായിട്ട് നടത്താൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം കൂടെ നിൽക്കും. ഇനി ദേവസ്വങ്ങളാണ് പ്രശ്നമെങ്കിൽ ജനപ്രതിനിധികൾ അതിനെ എതിർക്കണം. ജനപ്രതിനിധികൾ അതിനെ എതിർക്കില്ല, രാഷ്ട്രീയ നേതാക്കൾ അതിനെ എതിർക്കില്ല, ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം അതിനെ എതിർക്കില്ല, സർക്കാർ അതിനെ എതിർക്കില്ല. ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും, കോടതിയുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകില്ല. ഇനി കേന്ദ്ര ചട്ടം ലംഘിക്കുന്ന വിഷയമാണ്. കേന്ദ്ര ചട്ടം ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടി ഇവിടെ ഉണ്ട്, ആ പാർട്ടി നേതാക്കന്മാർക്ക് എതിർക്കാം. അങ്ങനെ ഒരു വിഷയം ഉണ്ടാകില്ല. തൃശ്ശൂർ എന്നൊരു ജില്ല മാത്രം എടുക്കുകയാണെങ്കിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ഒരു കാലഘട്ടത്തിലും ജില്ലാ കളക്ടർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല, കമ്മീഷണർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല, ഹോം സെക്രട്ടറിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമലംഘനം. ഇപ്പോൾ തന്നെ ഈ നിയമലംഘനം നടന്ന ശേഷം RDOയോട് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊരു പ്രഹസനമാണ്! അപ്പോൾ ഇത്തരം പ്രഹസനം നടക്കുമ്പോൾ തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വം മാത്രമാണോ പ്രതി? അതിനേക്കാളും വലിയ ഒരു വോട്ട് ബാങ്ക് അങ്ങനെ ആരും ഇവിടെ പാറമേക്കാവിനെയോ തിരുവമ്പാടിയോ പ്രതി അല്ല. ഈ അലങ്കാരപ്പുരകൾ അവിടെ ഇപ്പോഴും നിൽക്കുന്നു. അതായത് ജോഷിയുടെ അതിന്റെ നിർമ്മാണം നടക്കുന്നു. അതിന്റെ നിർമ്മാണം നടക്കുന്നു. അതായത് 14 പേർ മരിച്ചു വീണ ഒരു മണ്ണാണ്, 14 പേർ മരിച്ചു വീണ ഒരു മണ്ണാണ്. അതിന്റെ കണ്ണീര് അവിടെ, ആ കണ്ണീരും ആ കുടുംബങ്ങളുടെ കണ്ണീരും ഉണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്രയോ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയാണ് ഇതാ അവിടെ ഈ പറയുന്ന വെടിക്കോപ്പുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരുന്നത്. ആ വെടിക്കോപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഈ 14 പേർ മരിച്ചു വീണിട്ടും ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടും ഒരുപാട് പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് ഉത്സവം നടത്തണം എന്ന മട്ടിൽ അവിടെ അലങ്കാരപ്പുരകൾ വീണ്ടും ഒരുങ്ങുന്നുണ്ട്. എങ്കിൽ അത് സ്വാഭാവികമായും ഞങ്ങൾക്ക് ആഘോഷം മതി, ഞങ്ങൾക്ക് ആരുടെയും ജീവന് പ്രസക്തിയില്ല എന്നുള്ള പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും നിലപാട് തന്നെയാണ് പുറത്തു വരുന്നത്. ഒന്നാമത്തെ പ്രതി പാറമേക്കാവോ തിരുവമ്പാടിയോ അല്ല, ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഒന്നാമത്തെ പ്രതി. ഇത് നടക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ, ജില്ലാ കളക്ടറേറ്റിന്റെ, ജില്ലാ ഭരണകൂടത്തിന്റെ അറിവില്ലാതെയല്ല. അപ്പോൾ ആദ്യം പ്രതിക്കൂട്ടിൽ അപർണയുടെ വീടിന് തൊട്ടടുത്ത് അയൽവാസിയായ ഒരു വീട്ടിൽ ഒരു അപകടമുണ്ടായാൽ, ദുരന്തമുണ്ടായാൽ തൊട്ട അയൽവാസിയായ അപർണ അവിടെ സ്വന്തം വീട്ടിൽ പാട്ട് വെച്ച് ആഘോഷം നടത്തുവോ? ഇല്ലല്ലോ. ആ കോണ്ടെക്സ്റ്റ് തന്നെയാണ് അപർണ, ആ കോണ്ടെക്സ്റ്റ് തന്നെയാണ് തൃശ്ശൂരിൽ ഈ ഉത്സവത്തിന് വേണ്ടി നിയമ സംവിധാനങ്ങളുണ്ട്. പരിപൂർണമായിട്ട് ഇത് ദേവസ്വങ്ങൾ ഇതിന്റെ ഏറ്റവും താഴത്തെ ലെവലിലാണ് നിൽക്കുന്നത് ജോഷി. ഇതിന് മുകളിലുള്ള ജോഷി, പൂരം പതിവ് പോലെ നടത്തണം എന്ന് പറഞ്ഞത് സർക്കാരല്ല. അപർണയ്ക്കും അറിയാമല്ലോ. അപർണ എന്തുകൊണ്ട് അതിലേക്ക് വരുന്നില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ പൂരം പതിവ് പോലെ നടത്തണമെന്ന് ഈ സംഘാടകരായ 2 ദേവസ്വങ്ങളുമാണ്. ജോഷി, ഒരു മിനിറ്റ്. 2 ദേവസ്വങ്ങളുമാണ്. അപ്പോൾ വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചടങ്ങുകളോടുകൂടി പൂരം പതിവ് പോലെ, അതാണ് പൂരം ഒരു തവണ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആ നിലപാട് എടുക്കുന്നത്. ചടങ്ങ് മാത്രമായി തൃശ്ശൂർ പൂരം നടത്തിയ നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ട്. ഇവിടെ എഴുന്നള്ളിപ്പ്, മേളം ഇതെല്ലാം പതിവ് പോലെ നടക്കുമ്പോൾ ഈ മരണം നടന്ന വീടുകൾ, ആ മരണം നടന്ന വീടുകളിൽ പ്രത്യേകിച്ചും ഹൈന്ദവാചാര പ്രകാരമാണെന്നുണ്ടെങ്കിൽ വേണുഗോപാലകൃഷ്ണൻ എത്ര ദിവസമാണ് ദുഃഖാചരണം നിൽക്കുക? ഇതിപ്പോൾ നാളെ വരെ ദുഃഖാചരണം. ഇന്നലെ വൈകിട്ട് 10 ദിവസമാണല്ലോ. അപർണ തൃശ്ശൂരുകാരിയാണല്ലോ. പാലായ്മ 10 ദിവസമാണല്ലോ. എന്തായാലും ദുഃഖാചരണത്തിന്റെ കാര്യത്തിൽ പലതരത്തിലാണ്. എന്തായാലും ഇന്നലെ ആ വീടുകളിൽ കണ്ണീർ വീണു തുടങ്ങിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവരുടെ മരണം സംഭവിച്ചത്. ചിതറിത്തെറിച്ചു പോയ മനുഷ്യരാണ്. നാളെ വരെ ദുഃഖാചരണം, അതിനുശേഷം പൂരാഘോഷത്തിലേക്ക് പതിവ് പോലെ കടക്കുന്നത്. അതിൽ എത്രത്തോളം നമുക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കും? എല്ലാ മേളങ്ങളോടും എല്ലാ ആഘോഷങ്ങളോടും കൂടി പൂരം നടക്കുന്ന ആസ്വദിച്ചവരാണ് നമ്മളെങ്കിലും ഇതൊരു മരണം, ആ മരണത്തോടുള്ള കമ്പം കൂടി അവിടെ ഈ പ്രകടിപ്പിക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞത് ദേവസ്വങ്ങൾ ഇതിൽ ഏറ്റവും താഴത്തട്ടിൽ അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. പൂരം നടത്തിപ്പിൽ സംഘാടകരാണ്.
ആരാണ്? സർക്കാരാണോ പൂരം നടത്തുന്നത്? സംഘാടകരുടെ വിഷയമല്ല. പെർമിഷൻ തേടുന്ന ആരാണ്? ഇത്രയും ഈ വെടിക്കെട്ടിന് പെർമിഷൻ തേടുന്ന ആരാണ്? നോക്കൂ, ഇത്രയും നിയമങ്ങളില്ലേ, ഇത്രയും പ്രോട്ടോകോൾ ഇല്ലേ, നടപടി എടുത്തുകൂടെ? എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ആരാ അല്ല, നടപടി ഈ ദേവസ്വങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേട്ടതല്ലേ? ഈ ദേവസ്വങ്ങൾക്ക് നമ്മൾ ആരും ദേവസ്വങ്ങൾക്കെതിരില്ല, ആഘോഷങ്ങൾക്കെതിരില്ല. പക്ഷെ ആഘോഷം, ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിന്റെ മാത്രം കാര്യം വെച്ചുകൊണ്ടല്ല പറയുന്നത്. നമ്മളെ പുറ്റിങ്ങിലേക്ക് ഒന്ന് പോയി നോക്കണം. ഈ 100-110 ആൾക്കാർ മരിച്ചില്ലേ? എത്രയോ ആളുകൾ അന്ധരായി പോയി, കാഴ്ചയില്ലാതായി പോയി. എത്രയോ ആളുകൾക്ക് കാല് നഷ്ടപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ അപ്പനെയും അമ്മയും നഷ്ടപ്പെട്ടു. എത്രയോ കുടുംബങ്ങൾ അനാഥമായി. ഈ ധനസഹായം കൊടുത്തിട്ട് ഈ വീണ്ടും 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 ഇങ്ങനെ ഉത്സവങ്ങൾ നടത്തുന്നു. വീണ്ടും 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 ഇത്തരത്തിൽ ആഘോഷങ്ങൾ നടത്തുന്നു. എത്ര ജുഡീഷ്യൽ കമ്മീഷനിൽ വന്നു. ഈ പറയുന്ന ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് 2019 കൊടുത്തല്ലേ? ഇത് എന്ത് നടപടിയെടുത്തു? വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കാശ് കൊടുത്ത് ശമ്പളം കൊടുത്ത് വീണ്ടും സർക്കാർ പുനഃസ്ഥാപിച്ചിട്ടുണ്ടല്ലോ. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വന്നിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഒരു മിനിറ്റ്, ഇതിന് കൃത്യമായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. ഇത് ലൈസൻസിൽ ലംഘനം നടക്കാറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കോടതിയിലെത്താറുണ്ട്. എക്സ്പ്ലോസീവ് ആക്ടിന്റെ ലംഘനം നടക്കാറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കേസും കോടതിയിലെത്താറുണ്ട്. കൃത്യമായിട്ട് നിങ്ങളൊരു എവിഡൻസ് വെച്ച് കാണിച്ചിട്ട് പോലും എന്തെങ്കിലും നടപടി ഈ വിഷയത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? നിയമം നടപ്പാക്കാൻ പുറ്റിങ്ങൽ കേസിലെ പ്രതികളായ ആളുകൾ എത്ര പേർ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി എടുത്തു നോക്കിയേ, എത്ര ആളുകൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട് നോക്കിയേ, പ്രതികളായ ആളുകൾക്ക് മരിച്ചുപോയി. നിങ്ങൾ ഒരു ചെയിനിന്റെ ഏറ്റവും താഴെയുള്ളവരെയാണ് ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം തീരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തീരില്ല. ശരി, നമുക്ക് ചർച്ച തുടരാം. അപർണ, അപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ന് പറയുന്നത് അത് ആ രീതിയിൽ തീരുമാനിക്കാനും അങ്ങനെ പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഡിസിഷൻ മേക്കേഴ്സ് അവർ രണ്ടുപേരുമാണ്. കാരണം ദേവസ്വങ്ങളുമായി ആലോചിച്ച് തീരുമാനമെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞതാണ് ഞാൻ ഇന്ന് കേട്ടത്. ഡിസിഷൻ മേക്കേഴ്സ് അവരാണെങ്കിൽ അവർക്ക് മുകളിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ സർക്കാർ നാളെ യോഗം വിളിച്ചിരിക്കുന്നത്. സർക്കാരിന് പറയാമല്ലോ. സർക്കാർ എന്തുകൊണ്ട് പറയുന്നില്ല? അത് മാത്രമല്ല, അവിടെ അവര് വലിയ സമ്മർദ്ദ ശക്തിയാകുന്നു. അറിയാമല്ലോ വിജയകുമാർ അവർക്കെതിരെ ഒക്കെ നടപടി ഒരു മിനിറ്റ് ഒരേ സമയം രണ്ടുപേർ അതിനപ്പുറം സംസാരിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. കാരണം പ്രേക്ഷകർക്ക് അലോസരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആക്രോശങ്ങളായി അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ള ഓഡിയോ ആയിട്ട് നമുക്കത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു ചെറിയ ഇടവേള ഇവരെ ഒന്ന് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ബിഗ് എഡിറ്റോറിയലിലേക്ക് ലക്ഷ്മി പത്മയിലേക്ക് വന്നാൽ, ലക്ഷ്മി പത്മ നേരത്തെ ഇവർ 3 പേര് കൂടി സംസാരിക്കുമ്പോൾ ലക്ഷ്മി പത്മയുടെ ശബ്ദം ഓഡിബിൾ ആകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ലക്ഷ്മിയുടെ പോയിന്റ് എന്തായിരുന്നു? എൻ്റെ പോയിന്റ് ഈ കരിമരുന്ന് എന്ന് പറയുന്നത് വലിയ വലിയ അപകടകരമായ ഒരു വസ്തു തന്നെയാണ്. അതാണ് ഞാൻ ആ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞത്. അത് ഒരു ചെറിയൊരു സ്പാർക്ക് മതി. നിങ്ങൾ ഈ പറയുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്ന് തന്നെ ഇരിക്കുക. എന്നാൽ പോലും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കും, മനുഷ്യന്റെ ജീവഹാനി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ അപരിഷ്കൃത മാർഗം ഉപേക്ഷിക്കേണ്ടേ. അതിനർത്ഥം നമ്മൾ പൂരത്തിന്റെ വർണ്ണ ശബളിമയോ വർണ്ണപ്പൊലിമയോ ഒഴിവാക്കണം എന്നുള്ളതല്ല. നമുക്ക് കുറച്ചുകൂടി ആധുനിക സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൂടെ? ലേസർ ഷോയിലേക്കും ഡ്രോൺ ഷോയിലേക്കുമൊക്കെ കടന്നുകൂടെ? പുറ്റിങ്ങൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെ അത്തരം സജഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യാത്തത്? നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയെ വളരെ വേഗം അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ജനസമൂഹമാണ്, പരിഷ്കൃത സമൂഹമാണ്, നിയമ പരിജ്ഞാനം വളരെയേറെ ഉള്ള മനുഷ്യരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീവന് ഹാനിയാകുന്ന തരത്തിൽ ഈ കരിമരുന്ന് പ്രയോഗങ്ങൾ ഇപ്പോഴും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്? അതിനൊരു ബദലില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ബദൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? ക്ലിയർ ആണ്. ജോഷിയിലേക്ക് ഞാൻ വരാം. അപർണയ്ക്ക് കുറച്ച് സമയം മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. മാത്രമല്ല ഞാൻ എന്റെ ടേക്ക് പറഞ്ഞിട്ടുമില്ല. ഇവിടെ കേന്ദ്ര വിജ്ഞാപന പ്രകാരം, കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ച് വെടിക്കെട്ട് സുരക്ഷിതമാക്കാൻ വെടിക്കെട്ട് സൂക്ഷിക്കുന്ന ഇടവും പൊട്ടിക്കുന്ന ഇടവും തമ്മിൽ വെക്കേണ്ട അകലം, ആ അകലം 200 മീറ്റർ ആണ്. ആ 200 മീറ്റർ അകലം ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നതും. ഇത് മാത്രമല്ല, ഈ ഭേദഗതിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം രംഗത്ത് വന്നു. അങ്ങനെയാണെങ്കിൽ 45 മീറ്റർ അകലമെങ്കിലും സൂക്ഷിക്കണം. മിനിമം എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. എന്നാൽ ഭൂരിഭാഗം കമ്പപ്പുരകളും, ഈ കമ്പപ്പുരകൾക്കിടയിലെ അകലം പോലും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മുണ്ടത്തിക്കോട് ഈ കരിമരുന്ന് കുറ്റികളിൽ കരിമരുന്ന് നിറയ്ക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തെ ദൃശ്യങ്ങളാണ് ഈ അപകടത്തിന് മുൻപായി വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് നമ്മൾ കാണുന്നത്. ഈ ജനക്കൂട്ടം വരുന്നതിന്റെ, ആളുകൾ വരുന്നതിന്റെ ഒക്കെ ഇത്ര മീറ്റർ അകലെയായിരിക്കണം വെടിക്കെട്ട് നടത്തേണ്ടത്. അങ്ങനെയുള്ള എല്ലാ നിബന്ധനകളുമുണ്ട്. ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായി വെടിക്കെട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ തിടുക്കം കൂടുന്നു, ഇപ്പോൾ മത്സരം കൂടുന്നു. ആ മത്സരത്തിന്റെ ഭാഗമായി നിയന്ത്രിതമായതും അല്ലാത്തതുമായിട്ടുള്ള വെടിമരുന്നുകളുണ്ട്. അവയടക്കം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഇപ്പോൾ ഒരു വിഭാഗത്തിന്റെ വെടിപ്പുരയ്ക്ക് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നതിന് ഈ വെടിക്കെട്ടിന് ആവശ്യമായ കരിമരുന്ന് നിറയ്ക്കുന്നതിന് സ്റ്റോപ്പ് മെമ്മോ ഏർപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. നിയമലംഘനം ഉണ്ടാകുമ്പോൾ അതിൽ നിയമപരമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. മാത്രമല്ല മോക്ക് ഡ്രിൽ നടത്തി എല്ലാം സുരക്ഷിതമെന്ന് ഉറപ്പിക്കേണ്ട ദിവസമാകുന്നതേ ഉള്ളൂ. അപ്പോൾ പരിശോധനയ്ക്ക് സമയമായിട്ടില്ല എന്ന് പറയും. നേരത്തെ ജില്ലാ മജിസ്ട്രേറ്റിനെയും ജില്ലാ കളക്ടറേയും ഒക്കെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ്. മോക്ക് ഡ്രിൽ നടക്കുക 2 ദിവസം മുൻപാണ്, വെടിക്കെട്ടിന് 2 ദിവസം മുൻപാണ് മോക്ക് ഡ്രിൽ നടത്തി സുരക്ഷിതത്വം ഉറപ്പിക്കേണ്ടത് ജില്ലാ കളക്ടർ. അങ്ങനെ സുരക്ഷിതമാണെങ്കിൽ മാത്രം ആ ദിവസമാണ്, അതായത് 26-ാം തീയതി ആണ് വെടിക്കെട്ട് നടക്കുന്നത് എങ്കിൽ, സാമ്പിൾ വെടിക്കെട്ട് 24-നാണ് എന്നുണ്ടെങ്കിൽ ആ സാമ്പിൾ വെടിക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടക്കേണ്ടത് ഇന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്റ്റീൽ ഉപകരണങ്ങൾ അടക്കം അവിടെ പാടില്ല എന്ന് പറയുമ്പോൾ അതടക്കം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപർണയിലേക്ക് വന്നാൽ, അപർണ, ഇത്രയും കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്, അതിന് അനുമതി കൊടുക്കേണ്ടത് ഈ നേതൃത്വമാണ് അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ളവരാണ് എന്ന് അപർണ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും എൻ്റെ ഒരു ടേക്കായി വിശദീകരിച്ച് പറഞ്ഞത്. ഇക്കാര്യങ്ങൾ ഉറപ്പാക്കേണ്ട ബാധ്യത ഇപ്പോൾ നടത്തിപ്പുകാരെന്ന നിലയിൽ അവർക്കുമില്ലേ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അപർണ. സുജയ, നമ്മളിതിനെ വളരെ ഒരു ചെറിയ പെർസ്പെക്റ്റീവിൽ കാണുകയാണ്. അതായത് പുറ്റിങ്ങൽ അപകടം നടക്കുമ്പോൾ നിങ്ങൾക്കത് പുറ്റിങ്ങൽ മാത്രം നടക്കുന്ന വിഷയമാണ്. തൃശ്ശൂർ പൂരത്തിൽ അപകടം നടക്കുമ്പോൾ അത് തൃശ്ശൂർ മാത്രമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് ഇപ്പോൾ 15 പേരാണ് മരിച്ചത്. അതിലും കൂടുതൽ ആൾക്കാരാണ് ഒരു 4-5 ദിവസം മുമ്പ് വിരുദ്നഗറിൽ മരിച്ചത്. ശിവകാശിയിൽ ഒരാഴ്ചക്കിടെ ഉണ്ടായ അപകടങ്ങളിൽ ഉണ്ടായതും ഇവിടെ ഉണ്ടായതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇത് മിക്സ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയത, പിഴവ്, അതായത് ഒരേ കാരണം കൊണ്ടാണ് ഈ രണ്ടിടത്തും അപകടമുണ്ടായത്, ആൾക്കാർ മരിച്ചത്. ഇവിടെ നമ്മൾ 2 ദേവസ്വങ്ങൾ നിൽക്കുന്നു. ഇതിന് ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാകാം. തൃശ്ശൂർ പൂരമാണ്, സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ ആ തെരഞ്ഞെടുപ്പ് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊരു രാഷ്ട്രീയ വിഷയമാകാം. അതിൽ കൂടുതൽ ആളുകൾ മരിച്ച വിരുദ്നഗറിൽ ഇത് ചർച്ചയാവില്ല. കാരണം അവിടെ അത് പൊളിറ്റിക്കൽ വിഷയം അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇതിനൊരു വലിയ പെർസ്പെക്റ്റീവ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയ വിഷയമായിട്ട് നിർത്തരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നമുണ്ട്. അപർണ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അപർണ ഇപ്പോൾ എങ്ങും തൊടാത്ത ഒരു നിലപാടാണ് എടുക്കുന്നത്. അല്ല, അതിലേക്ക് വരണം. നമുക്ക് സമയം പരിമിതമാണ്. സമയം പരിമിതമാണ്. അല്ല, ജോഷിലേക്ക് ഞാൻ വരാം. ജോഷി വരാം. ഒറ്റ കാര്യം അപർണ, അപർണയുടെ സെക്കൻഡ് ടേക്കിൽ ഞാൻ വന്നത് അപർണ കൃത്യമായ ഒരു നിലപാട് പറയാത്തത് കൊണ്ടാണ്. ഈ കാര്യം ഒറ്റ വരി പറഞ്ഞാൽ മതി. ഈ മരണക്കമ്പം, അതായത് മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ട് വേണോ വേണ്ടയോ? നമ്മുടെ ചോദ്യം അതാണ്. മരണക്കമ്പം എന്ന് പറയുന്ന വെടിക്കെട്ട് വേണ്ട. വെടിക്കെട്ടിന്റെ ഒരു അപരിഷ്കൃത രൂപമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞു. ആ മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ പുതിയ തരത്തിലേക്കുള്ള രീതികളിലേക്ക് മാറണമെങ്കിൽ അതിന് ഭരണകൂടം ഇടപെടണം. മറ്റ് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഭരണകൂടവും സർക്കാരും ഇൻഡസ്ട്രിയൽ ഫാക്ടറി തുറക്കാതെയും സബ്സിഡി കൊടുക്കാതെയും പാക്കേജ് കൊടുക്കാതെയും ഇത് രൂപം മാറിയിട്ടില്ല. 90% വിപണി കയ്യിലുള്ളത് ചൈനയ്ക്കാണ്. അവിടെ 600 പേരൊക്കെ മരിച്ചതിന് ശേഷമാണ് അവർ ഇതിലേക്ക് മാറിയത്. അങ്ങനെ ഒരു സർക്കാർ മരണം ഉണ്ടാകാൻ കാത്തിരിക്കുന്നതാണോ? കുട്ടികൾ കണ്ടിട്ട് പഠിച്ചില്ല. കുട്ടികൾ റിപ്പോർട്ട് കൊടുത്തിട്ട് എത്ര വർഷമായി? അവിടെ മരണം ഉണ്ടാകുന്ന ഒരു ഫയർ വർക്സ് അല്ലല്ലോ. ദുബായിൽ മരണം ഉണ്ടാകുന്നുണ്ടോ? ഒളിമ്പിക്സിൽ മരണം ഉണ്ടാകുന്നുണ്ടോ? ചൈനയിൽ മരണം ഉണ്ടാകുന്നുണ്ടോ? നോക്കൂ, അതിന്റെ രീതി മാറി. അത് ഈ രീതിയല്ല. മരണം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് ഒരു ഫയർ വർക്സ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരുകൾ ഇടപെട്ടിട്ടാണ്. ഈ ലോകരാഷ്ട്രങ്ങൾ, നിങ്ങൾ ഒളിമ്പിക്സിൽ ഫയർ വർക്സ് നിരോധിച്ചോ? ഇല്ലല്ലോ. കാരണം ഫയർ വർക്സിന് ആരാണ് എതിരെ പറഞ്ഞത്? നോക്കൂ, മത്സരക്കമ്പം മരണം വിതയ്ക്കുമ്പോൾ അതിൽ മാറ്റത്തെ കുറിച്ച് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വാക്കുണ്ട്, സാങ്കേതിക വാക്കുണ്ട്, പൈറോടെക്നിക് എന്ന് പറയും. പൈറോടെക്നിക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ശാസ്ത്രീയമായി ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നടത്തുക എന്നുള്ളതാണ് അതിനാണ് പൈറോടെക്നിക് എന്ന് പറയുന്നത്. ആ പൈറോടെക്നിക്കിൽ സാധാരണ നമ്മൾ ശബ്ദം കൊണ്ടല്ല, മറിച്ച് വർണ്ണവിസ്മയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഈ പൈറോടെക്നിക് എന്ന് പറയുന്നത്. അതിന് ചില ശാസ്ത്രീയമായ രീതികളുണ്ട്. അതിനകത്ത് നമ്മൾ ഇന്നലെ ഈ നമ്മുടെ ശ്രീനിധി അവിടെ പോയപ്പോഴേ ആ സ്ത്രീകൾ ആ പറയുന്ന എന്താ വത്സനോ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ സാധനം ഇങ്ങനെ പൊക്കി വിടുന്നു, അതിനകത്ത് എന്തുവാണ് ഒരു ട്രിഗർ ഉണ്ട്, ആ ട്രിഗർ അവിടെ പോയി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ നാട്ടിൽ ഇത് ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ നടക്കുകയാണ് ഇന്ത്യയിൽ. അതിനെ നിയന്ത്രിക്കാൻ റെഗുലേറ്ററി മെഷേഴ്സ് ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ആ റെഗുലേറ്ററി മെഷേഴ്സ് നടപ്പാക്കുന്നതിനെ പറ്റി സംസാരിക്കൂ. നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്ത ഞാൻ ചില ഫാക്ട്സ് ആണ് പറയുന്നത്, ഞാൻ വാചകസത്തിനില്ല. നമ്മുടെ നാട്ടിലെ വെടിക്കെട്ട് നിർമ്മാണ യൂണിറ്റുകൾക്കായി തൃശ്ശൂരിൽ ഒരു ഫയർ വർക്ക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, ഒരു വ്യവസായ പാർക്കായി നടത്താൻ ഈ ശുപാർശയിലല്ല, സംസ്ഥാന സർക്കാരിന് ആലോചനയുണ്ട്. അതായത് അന്ന് നമ്മുടെ മന്ത്രി AC മൊയ്തീൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് അത് തുടങ്ങിയത്. അത് തൃശ്ശൂരിൽ തന്നെയായിരുന്നു അതിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. തൃശ്ശൂരിലെ തളപ്പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു ആ പദ്ധതി ആലോചിച്ചത്. ഇപ്പോഴും സർക്കാരിന്റെ ഫയലിൽ ആ പദ്ധതി ഉണ്ട്. ഞാൻ പറയുന്നത് കേരള ഗവൺമെന്റ് ഒരു പ്രോജക്റ്റാണ്. നമ്മുടെ വ്യവസായ യൂണിറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ ഒരു ഫയർ വർക്ക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ആ മേഖലയിൽ ഉള്ളതിനും വിശാലമായ ഒരു സ്ഥലത്ത് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുക, സ്ഥലം ഏറ്റെടുക്കുക,
അങ്ങേയറ്റം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചത് നിർമ്മിക്കുക. അത് നമുക്ക് തൃശ്ശൂരിൽ ഉപയോഗിക്കാം, പാവറട്ടി പള്ളിയിൽ ഉപയോഗിക്കാം, അതിരമ്പുഴ പള്ളിയിൽ ഉപയോഗിക്കാം, വല്ലങ്ങി വേലയിൽ ഉപയോഗിക്കാം, മച്ചാട് പൂരത്തിന് ഉപയോഗിക്കാം, പെരുവനം പൂരത്തിന് ഉപയോഗിക്കാം, എല്ലാ പൂരത്തിനും ഉപയോഗിക്കാം. നമുക്ക് എന്താ അതിനെപ്പറ്റി ആലോചിക്കാതെ നമ്മളിങ്ങനെ കാടടച്ച് വെടിവെക്കും. നമുക്ക് നമ്മുടെ നാട്ടിൽ ട്രാഫിക് നിയമങ്ങൾ ഉണ്ടല്ലോ, ആ ട്രാഫിക് നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നത് കൊണ്ടാണ് റോഡ് അപകടങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത്. അല്ലാതെ വാഹനങ്ങൾ നിരോധിക്കുകയല്ല. അല്ല, നമുക്ക് ആ നിയമം ശക്തമായി നമ്മൾ നടപ്പാക്കണം. അതുപോലെ ശക്തമായി നടപ്പാക്കാനാണ് നിയമമുള്ളത്. നിങ്ങൾ നിരോധിച്ച ഒരു സംവിധാനത്തെ പറ്റിയല്ല, നിയമം മൂലം റെഗുലേറ്റ് ചെയ്ത ഒരു സംവിധാനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ റെഗുലേറ്ററി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഭരണകൂടം ചെയ്യേണ്ടത്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും സമ്മർദ്ദങ്ങൾക്കല്ല വഴങ്ങേണ്ടത്, ആ നിയമത്തിനാണ്. അല്ല, അവർ സമ്മർദ്ദം ചെലുത്തി, അല്ല അവർ സമ്മർദ്ദം, ജോഷി ഒറ്റ കാര്യം, ഈ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതല്ല, സമ്മർദ്ദം ചെലുത്താൻ അവർ സമ്മർദ്ദം ചെലുത്തുന്നു അതുകൊണ്ട് ഞങ്ങൾ വഴങ്ങുന്നു എന്ന് പറയുന്നത് അതൊരു മുട്ടാപ്പോക്ക് നയമാണ്. സർക്കാരിനാണ് ഇവിടെ പവർ ഉള്ളത്. അതിനുള്ള വിൽ പവർ വേണം. ഈ ദേവസ്വങ്ങളായാലും പള്ളികളായാലും ക്രൈസ്തവ ദേവാലയങ്ങളായാലും ആരാണോ സമ്മർദ്ദം ചെലുത്തുന്നത് അവരുടെ ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ നിയമം നടപ്പാക്കൂ, ഇങ്ങനെ വെടിക്കെട്ട് നടത്താൻ പറ്റൂ എന്നൊരു നിയമം വേണമെന്നേ. അങ്ങനെ നടപ്പാക്കാനുള്ള വിൽ പവർ വേണമെന്നേ. നമ്മൾ എത്ര രക്തം ചിന്തിയാലും എത്ര ആളുകളുടെ ജീവൻ പോയാലും നമ്മൾ പഠിക്കില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അല്ല, ഇവിടെ കരിമരുന്ന് സൂക്ഷിക്കുന്നതിന് നമുക്ക് വേണുഗോപാലകൃഷ്ണൻ അങ്ങയുടെ അവസാന ടേക്കിലേക്ക് പോകാം. നമുക്ക് ചർച്ച അവസാനിക്കുകയാണ്. സുജ പറു ഇവിടെ പറയുകയുണ്ടായല്ലോ, ഈ ദേവസ്വത്തിന് ഇതിൽ വലിയ പ്രാധാന്യമില്ല, ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് നടപടി എടുക്കേണ്ടത് മേളിലുള്ളവരാണ്, ഉത്തരവാദപ്പെട്ടവരാണെന്ന് പറയുകയുണ്ടായല്ലോ. ഇപ്പോ നമ്മുടെ പുറ്റിങ്ങിൽ അപകടം നടന്നു, അതിനുശേഷം പിന്നെ അവിടെ ഇതുവരെ വെടിക്കെട്ടുണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്ന് വളരെ ലളിതമാണ്. അവിടെ ഈ പറയുന്ന ദേശക്കൂറ് കാണിക്കുന്ന ഇത്തരം ഈ ദേവസ്വങ്ങളുടെ ഹുങ്കും ധാർഷ്ട്യവും അവിടെ ഇല്ല. അതുകൊണ്ടാണ് പുറ്റിങ്ങിൽ അതോടെ അവസാനിച്ചത്. ഇവിടെ അത് സാധ്യമല്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ പിന്നീട് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ അവിടെ അതൊരു വോട്ട് ബാങ്ക് കൂടെയാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ത്രിതല അന്വേഷണം നടന്ന ഒരു സംസ്ഥാനമാണിത്. ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാമല്ലോ, അതിൽ ഒരു കേസ് എടുത്തിട്ടില്ല, ഒരാൾക്കെതിരെയും അന്വേഷണം നടത്തിയിട്ടില്ല. ശക്തമായി ADGP MR അജിത് കുമാർ തിരുവമ്പാടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. പക്ഷെ എന്താ ചെയ്തത്? നമ്മുടെ ഒരു അന്വേഷണ സംഘത്തെ വെച്ചു. ആ അന്വേഷണ സംഘത്തിൽ ഒരു പോലീസുകാരനെ പരാതിക്കാരനാക്കിക്കൊണ്ട് പേരിനൊരു കേസെടുത്തിരിക്കുകയാണ്. ആളില്ലാ കേസാണത്. അപ്പോൾ ഈ തിരുവമ്പാടിയെ തൊട്ടിട്ടില്ല ഇതുവരെ. ഇനി ഇവിടെ ഈ പറയുന്ന ഗോപിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പീതാംബരക്കുറിപ്പിനെ പറ്റി പറയുന്നു പറഞ്ഞല്ലോ. നമുക്ക് വെല്ലുവിളിച്ചു നോക്കാം CNRനെ. താങ്കൾ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ തിരുവമ്പാടിക്കെതിരെ ഒരു പരാമർശം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അപ്പൊ ഇത്രയും വലിയ അധികംഭമേള നടന്നത് പ്രയാഗ്രാജിൽ 37 പേർ മരിച്ചു എന്നാണ് യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ കണക്ക് അതാണോ? BBC ഹിന്ദി പോയി 11 സംസ്ഥാനങ്ങളിൽ 100ഓളം വീടുകൾ കയറിയിറങ്ങി വിവരങ്ങൾ പുറത്തുവിട്ടു. 82 എന്നാണ്. അപ്പൊ എന്താ പറ്റിയത്? അവർക്കെതിരെയാണ് ഭീഷണി ഉണ്ടായത്, അല്ലേ? ഇനി അവിടുത്തെ ഈ പറയുന്ന രഞ്ജൻ നിഷാദ് എന്ന് പറയുന്ന ഈ UP മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു കേമൻ, ആ കേമൻ പറഞ്ഞത് ഒരു വലിയ ആചാരം നടക്കുമ്പോൾ ചെറിയ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇങ്ങനെ പറഞ്ഞ വേറൊരാളെ നമുക്കറിയാം, മോദി എന്താ പറഞ്ഞത്? ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ ഒരു നായ അതിന്റെ ടയറിനടിയിൽപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വേദന എന്ന്. അപ്പോ താരതമ്യങ്ങൾ ഇങ്ങനെ കേരളത്തിനും പുറത്തും അകത്തുമായി ധാരാളമുണ്ട്. അവിടെയൊക്കെ അന്തിമമായ അധ്യായത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ ധാർഷ്ട്യവും ഹുങ്കുമാണ്. ഇപ്പോൾ അങ്ങ് ആ താരതമ്യത്തിലേക്ക് പോയത് കൊണ്ട് ഒരു കാര്യം ഞാൻ ഇടപെട്ട് പറയുകയാണ്. അതായത് ഉത്തരേന്ത്യയിൽ ഈ ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുത്തത് കോടിക്കണക്കിന് ആളുകളാണ്. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ആളുകൾ പങ്കെടുക്കുന്നതിന് മുൻപ് വെടിക്കെട്ട് പുരയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിൽ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള പരിശോധനകൾ പൂർത്തിയാക്കാത്ത സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ പരിശോധനകൾ ആ പുരയിൽ നടക്കാത്തതിന് അതിന് ദേവസ്വത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രയാഗ്രാജിൽ ഇത് നടക്കുന്നത് ആരെങ്കിലും കുളിമുറിയിൽ വീണ് മരിച്ചതല്ല. അവിടെ VVIPകൾക്ക് പ്രത്യേകമായ പാത, നാഗസന്യാസിമാർക്ക് പ്രത്യേകമായ പാത ഇല്ലാതിരുന്നത് ആർക്കായിരുന്നറിയോ? പാവപ്പെട്ടവർക്കാണ്. അവരാണ് അവിടെ ഈ പറയുന്ന ആളുകൾ ഓടിയപ്പോൾ ചവിട്ടിയാണ് ഏറിയ കൂറും സ്ത്രീകളടക്കം മരിച്ചത്. എന്നിട്ട് അവരുടെ വീടുകളിലേക്ക് ഈ യോഗി ആദിത്യനാഥിന്റെ ഉദ്യോഗസ്ഥർ പോയി പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഈ അപകടത്തിൽ മരിച്ചു എന്ന് പറയരുത്, നിങ്ങൾക്ക് ദേഹാസ്വാസ്ഥ്യം കൊണ്ട് മരിച്ചു എന്ന് പറയണമെന്നാണ്. ആ വിവരങ്ങൾ അടക്കമാണ് BBC പുറത്തു കൊണ്ടുവന്നത്. ശരി, ഈ കാര്യങ്ങളിൽ എന്തായാലും നമ്മുടെ വിഷയം ഇതല്ലാത്തത് കൊണ്ട് അതിന്മേൽ നമ്മൾ ചർച്ച നീട്ടുന്നില്ല. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. എന്തായാലും അത് കൂട്ടിക്കെട്ടി അങ്ങയുടെ ബുദ്ധിയെ ഞാൻ നമിക്കുന്നു. നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടെന്ന വിഷയത്തിൽ പ്രയാഗ്രാജിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് ഫാക്ട് ഫൈൻഡിംഗ് അടക്കമായി അവിടെ റിപ്പോർട്ടുകളായി ഔദ്യോഗികമായി വന്നിട്ടുള്ളതാണ്. ഔദ്യോഗിക രേഖയെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ S. വിജയകുമാർ, ഇതിൽ അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ പൂരം നടത്താനുള്ള തീരുമാനം, വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള ഒരു പൂരത്തിലേക്ക് പോകുന്ന ഒരു തീരുമാനം എടുക്കും ഇരു ദിവസങ്ങളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇത്തവണ
വെടിക്കെട്ട് എന്തായാലും നടത്തില്ല. കാരണം തിരുവമ്പാടിയുടെ പക്കലുണ്ടായിരുന്ന വെടിക്കെട്ട് മുഴുവൻ ആ കമ്പക്കെട്ടിനുള്ള മുഴുവൻ സാധനങ്ങളും കത്തിയമർന്നു, മനുഷ്യരോടൊപ്പം കത്തിയമർന്നു. പാറമേക്കാവിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. ആ പാറമേക്കാവ് ഉണ്ടാക്കിയിരിക്കുന്ന വെടിക്കെട്ട് സാമഗ്രികൾ അത് നിർവീര്യമാക്കുക എന്നത് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ വേണമെന്ന് ദേവസ്വം തീരുമാനിക്കുന്നു. ദേവസ്വം തീരുമാനത്തിന് വഴങ്ങേണ്ട ആവശ്യം ജില്ലാ ഭരണകൂടത്തിനില്ല. ജില്ലാ ഭരണകൂടത്തിന് ഉചിതമായ തീരുമാനം എടുക്കാനേ ഉള്ളൂ. അവിടെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല. ശ്രീ വേണു ബാലകൃഷ്ണൻ ലക്ഷ്മിയൊക്കെ സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ ജില്ലാ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി VN വാസവൻ ആ തീരുമാനം എടുക്കാമല്ലോ, അല്ലെങ്കിൽ VS സുനിൽകുമാർ ജനപ്രതിനിധി അല്ലെങ്കിലും അദ്ദേഹം അവിടുത്തെ നടത്തിപ്പുകാരിൽ ഒരാളല്ല, അദ്ദേഹത്തിന് ആ തീരുമാനം എടുക്കാമല്ലോ. വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞല്ലോ, അദ്ദേഹത്തിനും ആ തീരുമാനം എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ അവിടെയും ദേവസ്വം കരക്കാരെ, ദേവസ്വം സംവിധാനങ്ങളെ, ദേവസ്വങ്ങളെ കുറ്റം പറയേണ്ട. ഉചിതമായ തീരുമാനം അവരെടുക്കട്ടെ. ദേവസ്വത്തിന് വഴങ്ങിക്കൊടുക്കലല്ലോ സർക്കാർ. നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അത് ദേവസ്വത്തിന് വഴങ്ങിക്കൊടുക്കലല്ലോ. അപ്പോൾ ദേവസ്വത്തിന് വഴങ്ങിക്കൊടുക്കാതെ നേരത്തെ ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഉദാഹരണം വേണു ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ. അപ്പോൾ യോഗി ആദിത്യനാഥിനൊക്കെ മാതൃകയാകാവുന്ന ഒരു തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഭരണ സംവിധാനം എടുത്തു കാണിക്കട്ടെ. ശരി, എന്തായാലും 2019 പുറ്റിങ്ങൽ റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും കൊല്ലമായിട്ടും ആ റിപ്പോർട്ട് ഉറങ്ങുന്നതല്ലാതെ അതിന്റെ ഒരു പൊടി പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതെ, അപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എന്ന ചോദ്യം, യഥാർത്ഥ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ആർജവം സർക്കാരിനുണ്ടോ, സംവിധാനങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പൂരത്തിനോ ആഘോഷങ്ങൾക്കോ ആരുമെതിരല്ല. അങ്ങനെ ഒരു ധ്വനി ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആഘോഷങ്ങൾക്കല്ല ആരുമെതിര്. മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു ജനതയാണ് നമ്മൾ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ബിഗ് എഡിറ്റോറിയൽ ശ്രമിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എഡിറ്റോറിയൽ അംഗങ്ങൾക്ക് നന്ദി.